അല്ലാഹ് പറഞ്ഞു വൗഹൈനാ ഇലാ ഉമ്മി മൂസ, മൂസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയോട്, മൂസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയോട് അല്ലാഹ് പറഞ്ഞു യൂഹാൻ, ധിക്കാരികളായ തമ്മാടികളായ ഫറോവ ചക്രവർത്തിയുടെ വൃത്തികെട്ട പട്ടാളക്കാര് നിന്റെ പൊന്നുമോനെ അപകടത്തിൽ പെടുത്തുമോ എന്ന് നീ ഭയക്കുന്നുവെങ്കിൽ, നിന്റെ പൊന്നുമോനെ കൊല ചെയ്യുമെന്ന് നീ ഭയക്കുന്നുണ്ടെങ്കിൽ യൂഹാൻ ഒരു പെട്ടിയുണ്ടാക്കി നിന്റെ കൊച്ചുമോനായ മൂസയെ ആ പെട്ടിയിലാക്കി ആർത്തിരമ്പുന്ന തിരമാല പോലെ അലയടിക്കുന്ന യൂഫ്രട്ടീസിന്റെ നദിയിലേക്ക്, യൂഫ്രട്ടീസ് നദിയിലേക്ക് വലിച്ചെറിയണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനം. അല്ലാഹ് പറഞ്ഞു യൂഹാൻ, നിനക്ക് വേദനയുണ്ടോ, വിഷമമുണ്ടോ? നിന്റെ പൊന്നുമോനെ വളർത്താൻ നിനക്ക് വേദനയുണ്ടോ? നീ വേദനിക്കരുത്, വിഷമിക്കരുത്, ടെൻഷൻ അടിക്കരുത്. പെട്ടിയിലാക്കിയിട്ട് യൂഫ്രട്ടീസ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞോ, ഞാൻ നിനക്ക് മടക്കി തരാന്ന് അല്ലാഹ് പറഞ്ഞു. അല്ലാഹ് പറഞ്ഞു 10 മാസം ഉദരത്തിലിട്ടു പ്രയാസപ്പെട്ടു പ്രസവിച്ച, വേദന സഹിച്ചു അതേ പ്രസവിച്ച പൊന്നുമോന്റെ നിഷ്കളങ്കമായ മുഖം കാണുമ്പോ എങ്ങനെയാണ് ഈ പുഴയിലേക്ക്, നദിയിലേക്ക് വലിച്ചെറിയ? എങ്ങനെയാണ് നദിയിലേക്ക് വലിച്ചെറിയുന്നത്? അല്ലാഹ് പറഞ്ഞു യൂഹാൻ, റബ്ബിന്റെ കൽപ്പനയാണ്, അംഗീകരിക്കണം. കൊച്ചുമോനെ കുളിപ്പിച്ചു, പ്രത്യേക പെട്ടിയിലാക്കി. പ്രിയപ്പെട്ടവരെ, യൂഫ്രട്ടീസ് എന്ന് പറയുന്ന ആ നദിയിലേക്ക് പ്രിയപ്പെട്ട മാതാവ് കൊണ്ടുപോകുകയാ. എങ്ങനെയാ കൊണ്ടുപോകുന്നത്? പെട്ടിയിൽ മോനെ കിടത്തി, പൊട്ടിക്കരഞ്ഞത് പൂട്ടി, പെട്ടി ചുമലതിലേറ്റി, നൈലിൻ കരയിലെത്തി, ഹാറിൻ തിരമാല കണ്ട് യൂഹാന്റെ കൽഭാഗം നൊന്ത്, തളരും ശരീരത്താൽ ബീവി അവസാനമായി കുഞ്ഞിലോതി. പ്രിയപ്പെട്ടവരെ, കൊച്ചിനെയുമായി ആ കൊച്ചിനെ കിടത്തിയ പെട്ടി തോളിൽ വെച്ചുകൊണ്ട് പട്ടാള കിങ്കരന്മാരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് മഹദി യൂഹാൻ നടന്നു നീങ്ങുന്നു യൂഫ്രട്ടീസ് നൈൽ നദിയുടെ തീരത്തേക്ക്. ആ നദീക്കരയിലേക്ക് നടന്നു നീങ്ങുകയാണ്. ആ കുട്ടി പെട്ടിയിൽ നിന്ന് കൈകാലിട്ടടിക്കുമ്പോ ഉമ്മച്ചാന്റെ മനസ്സ് വേദനിക്കുകയാണ്, മാതാവിന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാ. കണ്ടില്ലേ നിങ്ങള്, പെട്ടി ആ നൈലിന്റെ കരയിൽ കൊണ്ടുപോയി വെച്ചു, ആ നദിക്കരയിൽ കൊണ്ടുപോയി വെച്ചു. പടച്ചവനെ, നീ മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാണ് എന്നിലേക്ക് മടക്കുക? എന്നാണ് എൻ്റെ പൊന്നുമോൻ എന്നിലേക്ക് മടങ്ങി വരിക? അറിയൂലല്ലോ അല്ലാഹ്. എൻ്റെ കൊച്ചിൻ്റെ നിഷ്കളങ്കമായ മുഖം ഒന്നുകൂടെ ഞാനൊന്ന് കാണട്ടെ, ഒരു തവണ കൂടെ ഞാനൊന്ന് കാണട്ടെ. വിറയാർന്ന കൈകളോടുകൂടെ അതേ മൂസ നബി അലൈഹിസ്സലാമിനെ ആ പൂട്ടിയിട്ട പെട്ടി, അതിൻ്റെ ടോപ്പ്, അതിൻ്റെ അടപ്പ്, ആ പെട്ടി ഇങ്ങോട്ട് തുറന്നിട്ട് ആ പെട്ടിയിലേക്ക് നോക്കുമ്പോ മാതാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കണ്ടില്ലേ നിങ്ങള്, ആ മോണകൾ കാട്ടി കൈകാലിട്ടടിച്ച് പുഞ്ചിരിക്കുന്ന പൊന്നുമോനെ കണ്ടപ്പോ അല്ലാ, ആ കൊച്ചിനെയാണല്ലോ നൈൽ നദിയിലേക്ക് വലിച്ചെറിയേണ്ടത്, ആ കൊച്ചിനെയാണല്ലോ പെട്ടിയിലാക്കി വലിച്ചെറിയേണ്ടത്. മനസ്സ് വേദനിച്ച് മനം നൊന്തുകൊണ്ട് പെട്ടിയിൽ കിടക്കുന്ന ആ നിഷ്കളങ്കമായ പൊന്നുമോന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുനീര് കവിൾത്തടങ്ങളിലൂടെ ചാലിട്ടൊഴുകിയിട്ട് മഹദി യൂഹാൻ പറയുകയാണ്, തരുളേ പിരിയാം നമുക്ക് ജല്ല ജലാലിൻ വിധിക്ക്. ആ നേരം ജിബ്രീൽ മലക്ക് യൂഹാനെ മനസ്സ് കുളിർക്ക്.
പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നുമോന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, കുഞ്ഞുമോനെ പിരിയാ, ഇനി എന്നാ നമ്മൾ കാണാന്നറിയൂല, എവിടെന്നാ കണ്ടുമുട്ടാന്ന് അറിയൂല. അതുകൊണ്ട് പൊന്നുമോനെ നമുക്കൊരല്പ ഇടവേള, ഒരല്പ സമയത്തേക്ക് നമുക്ക് അതേ വിട പറയാമെന്ന് പറഞ്ഞ് ആ പെട്ടിയടച്ച് കണ്ണുനീരൊഴുക്കുന്ന മഹദി യൂഹാന്റെ അവസ്ഥ കണ്ടുകൊണ്ട് അതാ കടന്നു വരുന്നു നസലുൽ അമീനു മലക്ക് ജിബ്രീൽ. ഒന്നുറക്കെ പറഞ്ഞേ, മലക്ക് ജിബ്രീൽ. മലക്ക് ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, യൂഹാൻ വേദനിക്കേണ്ട, വിഷമിക്കണ്ട, മടക്കി തരാന്ന് അള്ളയാ പറയണേ. എന്തിനാ അതിൽ സംശയിക്കുന്നത്? എന്തിനാ വേദനിക്കുന്നത്? അള്ളാഹുവിൻ്റെ പരീക്ഷണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ പറഞ്ഞത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആ ചരിത്രം ഒന്ന് ഓർമ്മപ്പെടുത്തിയത് ബറക്കത്തിന് വേണ്ടി. അവിടെ നിന്നാണ് നമ്മുടെ ചരിത്രം തുടങ്ങുന്നത്. അതിമഹത്തായ ചരിത്രത്തിൻ്റെ ഭാഗം ശ്രദ്ധിക്കുക. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്ക് സാറയിൽ നിണ്ട് കടശിപ്പുത്തിരനുണ്ട്. ജനിക്കപ്പെട്ടേ വിവിധ കരുണയാൽ ഇസ്ഹാഖം നവർ പേരിട്ടേ കുളിർമയിൽ വളർത്തപ്പെട്ടേ. മകൻ സർവ ഗുണസമ്പൂർണരായേറ്റം വളർമയിൽ നബിയായി തറസലല്ല. ഉടനെ മധുവേദിൻ മണിമോള മുടിത്താർന്നല്ല സഖിസുഖം എടുക്കയില്ല. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സാറാ ബീവിയിൽ ഒരു പൊന്നോമന പുത്രനെ അല്ലാഹു തആല അനുഗ്രഹിച്ചു. ആ കൊച്ചിന്റെ പേര് നേരെ ശ്രദ്ധിക്കണേ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാറാ ബീവിയിൽ അല്ലാഹു അനുഗ്രഹിച്ച പൊന്നുമോന്റെ പേര് ഇസ്ഹാഖ് എന്നായിരുന്നു. കഥ നല്ലതുപോലെ ശ്രദ്ധിക്കുക. കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ നല്ല വ്യക്തമായിട്ട് അത് ശ്രദ്ധിക്കുക. കാരണം ചരിത്ര പുരുഷന്മാരെ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ, കഥ തുടക്കം മുതൽ നാം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവസാനം വരെ നമുക്ക് മനസ്സിലാകൂല. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നത്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടവർ സാറാ ബീവിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ആ പൊന്നോമന പുത്രനെ വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ വളർത്തി. അതെ, ഇസ്ഹാഖ് നബി ഇപ്പോ വലുതായി ഒരു യുവാവായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മക്കളെ വലുതായി വിവാഹപ്രായമെത്തുമ്പോൾ മാതാപിതാക്കളുടെ മനസ്സ് വേദനിക്കും. അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാകട്ടെ, ആ സമയമാകുമ്പോൾ അവർക്ക് അനുയോജ്യരായ ഒരു ഇണയ്ക്കു വേണ്ടിയിട്ട് മാതാപിതാക്കളായ നാം പരിശ്രമിക്കാറുണ്ട്. ഇതുപോലെ ഒരു ദിവസം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സാറാ ബീവി പറഞ്ഞു, ഇബ്രാഹിം നബിയെ, നമ്മുടെ കൊച്ച് വളർന്ന് വലിയവനായിരിക്കുന്നു, വിവാഹപ്രായം എത്തിയിരിക്കുന്നു, അവനിക്ക് നല്ലൊരു ഇണയെ കണ്ടെത്തണം, നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തണം. രണ്ടുപേരും ചർച്ച ചെയ്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇസ്ഹാഖ് നബിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ആ മാതാപിതാക്കൾ തീരുമാനിക്കുകയും ഇസ്ഹാഖ് നബിക്ക് അനുയോജ്യമായ ഒരു ഇണയെ കണ്ടെത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ പെൺകുട്ടിയുടെ പേര് റഫ്ഖാൻ എന്നായിരുന്നു. റഫ്ഖാൻ ബീവിയെ കണ്ടെത്തുകയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ നവമിഥുനങ്ങൾ സന്തോഷത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിൽ കച്ചറകളില്ല, പ്രശ്നങ്ങളില്ല, വിഷമങ്ങളില്ല, പ്രയാസങ്ങളില്ല, സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവരുടെ ദാമ്പത്യ വല്ലരിയിൽ അതേ അള്ളാഹു അനുഗ്രഹിച്ചുകൊണ്ട് ഒരു പൊന്നോമന പുത്രനെ കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ചു. പ്രത്യേകം ശ്രദ്ധിക്ക്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ആടുമേച്ച് ജീവിക്കുന്ന ആ കാലമായിരുന്നു. പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹു തആല ആ ഒരു അവസരം കൊടുത്തിട്ടുണ്ട്, ആടുമേക്കുന്ന ഒരവസരം ഉണ്ടായിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആടുമേച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ദിവസം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം 100 കണക്കിന് ആടിൻ പറ്റങ്ങളെയും തൊളിച്ചുകൊണ്ട് അങ്ങകലെയുള്ള
വനാന്തരത്തിലേക്ക്, പർവ്വത മുകളിലേക്ക് ആടുമേക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അതിരാവിലെ തന്നെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു ആടുകളെ തൊളിച്ച് ബഹുമാനപ്പെട്ടവർ യാത്ര തിരിക്കാൻ പോകുമ്പോ അതാ സ്നേഹത്തോടെ തന്റെ പ്രിയതമ റഫ്ഖാൻ ബീവി റളിയല്ലാഹു അൻഹ ബാക്കിൽ നിന്ന് വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെയുള്ള വിളി കേട്ടുകൊണ്ട് ഇസ്ഹാഖ് നബി തിരിഞ്ഞു നോക്കി. ഓ, എന്താണ് റഫ്ഖാൻ? ഉടനെ തന്നെ റഫ്ഖാൻ ബീവി പതുക്കെ ഇസ്ഹാഖ് നബിയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നിട്ട് പറഞ്ഞു, ലജ്ജയോടെ തല താഴ്ത്തി പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ തന്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അങ്ങ് ഒരു പിതാവാകാൻ പോകുന്നു, ഞാനൊരു മാതാവാകാൻ പോകുന്നു, ഞാൻ ഗർഭിണിയാണ്. ഇത് പറഞ്ഞ് കേൾക്കേണ്ട താമസം ആ കുടുംബത്തിന് സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ നിമിഷവും പിറന്നു വീഴുന്ന ആ പിഞ്ചോമനയുടെ മുഖമായിരുന്നു ആ കുടുംബത്തിൽ ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടായിരുന്നത്. അങ്ങനെ അതാ റഫ്ഖാൻ ബീവി പൂർണ്ണ ഗർഭിണിയായി മാറി. പ്രസവത്തെ അഭിമുഖീകരിക്കേണ്ട സമയമായി. പ്രസവത്തെ കാത്തിരിക്കുന്ന സമയത്താണ് ആ കൊച്ചുകുടിലിൽ ഒരു അത്ഭുതമുണ്ടാകുന്നത്. എന്താണ് ആ അത്ഭുതമെന്നല്ലേ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദരത്തിനൂനൈ മുന്നം പിറക്കുകില്ല നാമാതായുടെ കുത്തമൈ പോളിത്ത് ബന്ധിടും ശക്കില്ല മറ്റോർ ഉരത്തന്റെ പേലൊട്ടും ഊജിതമല്ല ഉനയത് വിധം ചെയ്യല്ല. അത് വേണ്ട പ്രതാപന്യം വഹിച്ചോ സമ്മതം തന്നെ അടുത്ത് ഞാൻ പിറന്നോളാം മേവാ മോളിന്റെ പിറകെ അരോവയാൾ കൂടൻ പേറ്റ് വരുത്തം വந்தே പ്രസവ മതും കശിന്തേ. പതിവ് പോൽ വീലാദത്തെ എതിർപ്പാർത്തങ്ങേരിക്കുമ്പോൾ മാനവി താനെ തിരുപത്തനകത്ത് ബെത്ത് പാലർ രണ്ടൂരക്കും പാചകം ചെവിത്ത്. ഉദരത്തിനുനൈ മുന്നം പിറക്കുകിലാനാമാതയുടെ കുതമൈ പോളിത്ത് ബന്ധിടും ശക്കില്ല മറ്റോർ ഉരത്തം ദഫിലൊട്ടും ഊജിതമല്ല. പ്രിയപ്പെട്ടവരെ, പ്രസവത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മഹദ് റഫ്ഖാൻ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളില്ല. അന്ന് വലിയ വലിയ വൈദ്യശാസ്ത്രം പുരോഗമിക്കാത്ത കാലമാണ്. അന്ന് വലിയ ഡോക്ടർമാരില്ലാത്ത കാലം, ഓപ്പറേഷൻ എന്തെന്നറിയാത്ത കാലം, അനസ്തേഷ്യ എന്താണെന്നറിയാത്ത കാലം. ഇതൊക്കെ വന്നിട്ട് ഈ അടുത്ത കാലത്താണ് ഓപ്പറേഷൻ എന്താണെന്ന് സ്ത്രീകൾ അറിയാൻ തുടങ്ങിയത്. ഈ അടുത്ത കാലത്താണ് വലിയ ആശുപത്രികളിൽ അതേ ഡേറ്റ് ആകുമ്പോൾ ചെന്നാൽ ബുദ്ധിമുട്ടില്ലാതെ കാര്യം നടത്തി തിരിച്ചു പോരാ. ഇങ്ങനത്തെ ഒരു സംവിധാനം ആധുനിക ശാസ്ത്രം പുരോഗമിച്ചത് ഈ അടുത്താണ്. പഴയ കാലത്തുള്ള ഉമ്മമാരുടെ പ്രസവങ്ങളൊക്കെ എങ്ങനെയാ? എൻ്റെ വേദികളിൽ ഞാൻ അവസരം കിട്ടുമ്പോഴൊക്കെ പറയാറുണ്ട്. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകള്, പ്രിയപ്പെട്ടവരെ, പ്രസവവേദന കൊണ്ട് പുളയുന്നു. ദുനിയാവിൽ വെച്ചിട്ടും മരണത്തിന്റെ മുമ്പ് മരണവേദന അനുഭവിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരാ, അത് നമ്മുടെ പ്രിയപ്പെട്ട മാതാവാണ്, നമ്മുടെ ഭാര്യമാരാണ്. മരണത്തിന്റെ മുമ്പ് മരണവേദന അനുഭവിച്ച ഏതെങ്കിലും ഒരു വ്യക്തി ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരാണ്. അള്ളാഹു അവർക്കതിന് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ആമീൻ പറ. അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. പഴയ കാലത്തുള്ള പ്രസവങ്ങൾ എങ്ങനെയാ? പഴയ കാലത്തുള്ള പ്രസവങ്ങളൊക്കെ നടന്നിരുന്നത് എങ്ങനെയാ? പ്രിയപ്പെട്ടവരെ, ഗർഭിണികള് വേദന കൊണ്ട് പുളഞ്ഞ് വീടിന്റെ ഉള്ളറയിൽ ഇങ്ങനെ വിഷമത്തോടുകൂടെ വേദന കൊണ്ട് പുളയുമ്പോ വീട്ടിലുള്ള വയസ്സായ ഉമ്മമാര് ഒളുവെടുത്തു, അംഗസ്നാനം വരുത്തി, അവര് മൗലിദ് കിതാബ് എടുത്തു മരിക്കാൻ തുടങ്ങി. എന്നിട്ട് അവരിങ്ങനെ ചൊല്ലുന്നു, ബിസ്മിയും ഹംദും സ്വലാത്തും ബിണ്ടതീയില് പിന്നെ ബിള്ള് നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ബല്ലിയെ കണക്ക് സുഹ്റ ബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ഈ ബീവി നഫീസത്തെ.
ബിള്ളുവാൻ സനത്തിനാൽ 100 ചാതുർ 10 ജബദനിൽ പാക്കായ മക്ക ദിക്കതില്ലൂദിത്തേ നഫീസത്ത് മാല, അതുപോലെ തന്നെ ബദർ മൗലിദ്, ബദർ ബൈത്ത്, ഇതൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് വയസ്സായ ഉമ്മമാര് ഉപ്പമാര് വീടിന്റെ ഉള്ളിൽ വെച്ച് ഇതിങ്ങനെ ചൊല്ലാൻ തുടങ്ങി. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ തവസ്സുൽ ചെയ്തിട്ട് ആ മാലപ്പാട്ട് ഇങ്ങനെ പാടി. അതേപോലെ തന്നെ ബദരിയത്ത് ചൊല്ലി. ഇതിങ്ങനെ പാടി തീരുന്നതിന്റെ മുമ്പ് കുറി മൂടിയുമ്മു നമ്പള്ള തന്നീന്ന് കുട്ടി പിറക്കലിൽ ഇല്ല ശക്കെന്നോവർ. ഇതിങ്ങനെ പാടിത്തീരുമ്പോഴേക്ക് നമ്മുടെ സഹോദരിമാര് ഉമ്മമാര് പ്രസവം നടന്നിരുന്നു. സന്തോഷത്തോടെ സുഖപ്രസവം. അങ്ങനത്തെ ഒരു കാലം കടന്നുപോയി, അന്യം നിന്നുപോയി. ഇനി അത് കാണാൻ പറ്റൂല. ഇപ്പം എന്താണ്, പ്രഗ്നൻ്റ് ആയി എന്ന് കണ്ട ഒരു മാസം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയും, മുത്തേ ഞാൻ അനങ്ങണ്ടോ, ഞാൻ അനങ്ങണ്ട, വേണമെങ്കിൽ ആ തള്ളങ്ങോട്ട് ചെയ്തോട്ടൊക്കെ. ആര്? ഉമ്മ. വേണമെങ്കിൽ അങ്ങോട്ട് ചെയ്തോട്ടെ, നീ റെസ്റ്റ് എടുത്തോ, നീ കിടന്നുറങ്ങിക്കോ. പിന്നെ അവളിങ്ങനെ കട്ടിലിങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഇവങ്ങനെ വരുമ്പോൾ പറയും, ഈ കാലൊന്ന് ഞെക്കി തന്നാൽ വളരെ സന്തോഷമായിരുന്നു. ഭാര്യ പറയൺ. അപ്പം ഈ പൊണ്ണങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഞെക്കി കൊടുക്കുകയും ചെയ്യും. പഴയ കാലത്തുള്ള ഉമ്മമാര് പാടത്തും പറമ്പിലും പണിയെടുത്തിരുന്നു. അന്ന് സുഖപ്രസവം നടന്നിരുന്നു. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് മിണ്ടാൻ വയ്യ, അനങ്ങാൻ പറ്റൂല. ഇതാണ് അവസ്ഥ. അതാണ് അന്നും ഇന്നും ഉള്ള മാറ്റം. പ്രത്യേകം ശ്രദ്ധിച്ചു. റഫ്ഖാൻ ബീവി പ്രസവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പത്നി മനസ്സ് തുറന്നുകൊണ്ട് പടച്ചവനിലേക്ക് കൈ ഉയർത്തിയിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ ഒരിക്കലും എന്നെ പരീക്ഷിക്കരുത്, താങ്ങാൻ കഴിയാത്ത വേദന എനിക്ക് തന്നെന്നെ പരീക്ഷിക്കരുത്. അള്ളാഹുവേ എന്റെ പ്രസവം സുഖമായി നടത്തണം റബ്ബേ. അവിടെ നിന്നുള്ള സഹായമല്ലാതെ ഈ റഫ്ഖാന് മറ്റൊരു പ്രതീക്ഷയുമില്ല റബ്ബേ, മറ്റൊരു സഹായവുമില്ല റബ്ബേ. ആത്മാർത്ഥമായിട്ട് ഖൽബ് തുറന്നിട്ട് അതേ ഹൃദയം തിരിച്ച് പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. അതണ്ടേ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിനീൻ. ഒരു വിശ്വാസിയുടെ പ്രൊട്ടക്ഷൻ, ഒരു വിശ്വാസിയുടെ രക്ഷ അത് പ്രാർത്ഥനയാണെന്നാണ്. എത്ര വലിയ പരിഹാരമില്ലാതെ പരിതപിക്കുന്ന പ്രയാസങ്ങൾക്കും എത്ര വലിയ മനോവേദനകളെ കൊണ്ട് വീർപ്പുമുട്ടുന്ന വിശ്വാസിക്കും അതിൽ നിന്ന് പൂർണ്ണമായ സംരക്ഷണം വേണോ, പടച്ചവനോട് പ്രാർത്ഥിച്ചോ, അള്ളാഹുവോട് ദുആ ചെയ്തോ. പരിശുദ്ധ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ആവേശം, സ്വലാത്തിന് ആവേശം വേണം. മുഹമ്മദ് മുസ്തഫ. റഫ്ഖാൻ ബീവി പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇടക്കിടക്ക് ഇങ്ങനെ വേദന വരുമ്പോ വയറ്റത്ത് കൈവച്ചുകൊണ്ട് അല്ലാഹ് അല്ലാഹ് ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനുമുള്ള ആരോഗ്യവും സന്മനസ്സും നീ എൻ്റെ മനസ്സിന് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ആ വിജനമായ ആരുമില്ലാത്ത ആ റൂമിൽ വെച്ചുകൊണ്ട് 2 പേര് പരസ്പരം സംസാരിക്കുന്നു. ആരുമില്ല, റൂമിൽ ഒരൊറ്റയാളില്ല, ഉറപ്പാണ്. ഏകാന്തതയായി ഇരിക്കുന്ന ആ റൂമിൽ വെച്ചുകൊണ്ട് 2 പേരുടെ സംസാരം. ആരാണെന്ന് ശ്രദ്ധിക്കുമ്പോ 2 കുരുന്നുകളാണ്, 2 കൊച്ചു പിള്ളേരാണ്. പടച്ചോനെ, ആരാരുമില്ലാത്ത ഈ റൂമിൽ ആരാണ് സംസാരിക്കുന്നത്? പ്രത്യേകം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ എന്താണ് സംസാരിക്കുന്നത്, എവിടുന്നാണ് ആ സംസാരം കേൾക്കുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദരത്തീനൂനൈ മുന്നം പിറക്കൂകില്ലാനാമാതായുടെ കുത്തമ്മൈ പോളിത്ത് ബന്ധിടും ശക്കില്ല മറ്റോർ ഉരത്തന്തേ ഫീലോട്ടും ഉചിതമല്ല. അത് വേണ്ട പ്രധാമന്യം വഹിച്ചോ സംവാദം തന്നെ. അത് വേണ്ട പ്രധാമന്യം വഹിച്ചോ സമ്മതം തന്നെ. അടുത്ത് ഞാൻ നീറന്നോളം നീ വാ മോളിന്തേ
പിറകെ അരുവയാൾ കൂടൻ പേറ്റ് വിരുദ്ധം വന്നേ. പ്രിയപ്പെട്ടവരെ, എവിടുന്നാണ് ആ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് മഹദ് റഫ്ഖാൻ ആ ശബ്ദത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചു? റൂമിൽ എവിടെയാണെന്ന് ശ്രദ്ധിച്ചു? അല്ല, റൂമിൽ എവിടെന്നുമല്ല, മറിച്ച് എന്റെ വയറ്റിനകത്ത് നിന്നാണ്, എന്റെ ഉദരത്തിൽ നിന്നാണ് ആ സംസാരം കേൾക്കുന്നത് എന്ന സത്യം അപ്പോഴാണ് മഹദിക്ക് ബോധ്യമായത്. പ്രിയപ്പെട്ടവരെ, രണ്ട് കുരുന്നുകളുടെ സംസാരം മഹദിയുടെ ഉദരത്തിൽ നിന്നാണ് കേൾക്കുന്നത്, വയറ്റിൽ നിന്നാണ് കേൾക്കുന്നത്. പടച്ചവരെ, ഇതെന്ത് അത്ഭുതം, ഇതെന്ത് അത്യത്ഭുതം ചിന്തിച്ചുകൊണ്ട് മഹദിയതാ അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്താണ് അവര് പറയുന്നത്? ഒരു കൊച്ചു പറയുക, എടാ എനിക്ക് ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ആദ്യം പുറത്ത് കിടക്കണം. അപ്പൊ മറ്റവൻ പറഞ്ഞു, ഇല്ലടാ എനിക്ക് ഉമ്മിന്റെ വയറ്റിൽ നിന്ന് ആദ്യം പുറത്ത് കിടക്കണം, ഞാനാണ് ആദ്യം പുറത്ത് കിടക്കുക. ഇല്ല, ഞാൻ അനുവദിക്കില്ല, എനിക്ക് പോകണം ആദ്യം. ഇങ്ങനെ പരസ്പരം കച്ചറയുണ്ടാക്കുന്ന, ബഹളമുണ്ടാക്കുന്ന ശബ്ദം മഹദി റഫ്ഖാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവസാനം ഒരുത്തൻ പറഞ്ഞു, എടാ ഞാൻ പറയുന്നു എനിക്ക് ഉമ്മിന്റെ വയറ്റിൽ നിന്ന് ആദ്യം പുറത്ത് കിടക്കണമെന്ന്. എന്നാൽ അതിനെങ്ങാനും നീ എതിര് നിന്നാൽ ഉമ്മാന്റെ വയറ് ചവിട്ടിപ്പൊളിച്ച് ഞാൻ പുറത്തു കിടക്കുമെന്ന് പറയുമ്പോ മഹദി റഫ്ഖാന്റെ ഹൃദയം പിടച്ചു. അല്ലോ, വയറ്റത്തടക്കി പിടിച്ചുകൊണ്ട് പഠിച്ചവനെ ഇതെന്ത് അത്ഭുതമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഉമ്മാന്റെ വയറ് ചവിട്ടിപ്പൊളിക്കുമെന്ന് കേൾക്കേണ്ട താമസം മഹദി റഫ്ഖാൻ പൊട്ടിക്കരഞ്ഞ റബ്ബിനോട് പറയുന്നു, റബ്ബേ, പരീക്ഷണങ്ങളെ താങ്ങാൻ കരുത്ത് നൽകണമേ തമ്പുരാനെ. ചിന്തിച്ചു നിൽക്കുമ്പോ അതാ മറ്റൊരു ശബ്ദം സൗമ്യമായ രൂപത്തിൽ, എന്താ നീ പറഞ്ഞേ? ഉമ്മാന്റെ വയറ് ചവിട്ടിപ്പൊളിക്കുമെന്നോ, ഉമ്മാനെ വേദനിപ്പിക്കുമെന്നോ? അരുത്. നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച, ഒരുപാട് ഉറക്കം ഉപേക്ഷിച്ച, ഒരുപാട് ആഗ്രഹങ്ങളെ തിരസ്കരിച്ച, വേദനയോടെ കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ട മാതാവിന്റെ വയറ് ചവിട്ടിപ്പൊളിക്കണമെന്നോ? അനുവദിക്കില്ല ഞാൻ, അനുവദിക്കില്ല ഞാൻ, അവസരം തരില്ല ഞാൻ. അതുകൊണ്ട് നീ പോവാണെങ്കിൽ മുമ്പിൽ പോയിക്കോ, ഞാൻ പിറകെ വന്നേക്കാം. അൽഹംദുലില്ലാ. പറഞ്ഞു തീരുമ്പോഴേക്ക് മഹദി റഫ്ഖാൻ അസഹ്യമായ വേദന അനുഭവിക്കപ്പെടുകയും, സെക്കൻഡുകൾ കഴിയുമ്പോ മഹദി റഫ്ഖാൻ ഒരു പൊന്നോമന പുത്രന് ജന്മം കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കുക. കശിന്തൂടൻ ബീവി പിതാവിൽ രണ്ടര ഭാഷത്തെ കതിത്ത് മുൻപന്തോരിൽ പെത്ത് ഐസെന്ന നാമത്തെ ബഷുക്കാതെ പന്തോരിൽ യക്കൂബെണ്ടും ഈസ്മിട്ടേ മാതക്കിളേ മോനോടുള്ളുകപ്പ് മികത്തിട്ടേ. അശകർ നബിയാർക്ക് മൂത്തേ മോനിൽ ഓകപ്പേറാ അരിമക്കീടാകൾ വളർന്ന് രണ്ടാളും മേജറായി മുഷിയുന്നോരോ ദീനം ബാവായിസോട് നീ ഒന്ന് മുറ പോൽവനാന്തരം പോയിടേണം ശിക്കാറിന്. പ്രിയപ്പെട്ടവരെ, അധികം താമസിക്കാതെ തന്നെ അതിന്റെ തൊട്ടു പിന്നിൽ മറ്റൊരു പുത്രനും മഹദി റഫ്ഖാൻ ജന്മം കൊടുത്തിരിക്കുന്നു. 2 പ്രസവം ഉടനെ തന്നെ നടന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സന്തോഷമായി കാണാൻ നല്ല മൊഞ്ചുള്ള ചുറുചുറുക്കുള്ള 2 ആൺകുട്ടികൾ, നല്ല ഭംഗിയുണ്ട്, നല്ല മൊഞ്ചുണ്ട്. ആ 2 കുട്ടികൾ, കാണാൻ നല്ല ഭംഗിയുള്ള ആ 2 കുട്ടികളെയും മാതാപിതാക്കൾ വളരെ സന്തോഷത്തോടെ വാത്സല്യത്തോടെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവർക്ക് മാതാപിതാക്കൾ നാമകരണം ചെയ്തു, പേര് വെച്ചിരിക്കുന്നു. 1ാമത്തെ കുട്ടിക്ക് ഐസ് എന്നാണ് നാമകരണം ചെയ്തത്, ഐസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. 2ാമത്തെ കൊച്ചിന് യാക്കൂബ് എന്നും ആ മാതാപിതാക്കൾ പേര് വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2 പേരെയും സ്നേഹത്തോടെ അതീവ വാത്സല്യത്തോടുകൂടെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവരുടെ മനസ്സിൽ ആരുമറിയാത്തൊരു രഹസ്യമുണ്ട്. ആരുടെ മനസ്സിൽ? മാതാപിതാക്കളുടെ മനസ്സിൽ. എന്താണ് ആ രഹസ്യം? ഞാൻ പറയാൻ പോവാ, ശ്രദ്ധിച്ചു കേട്ടോ.
മറ്റൊന്നുമല്ല. മാതാപിതാക്കൾക്ക് 2 കുട്ടികളോടും സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്. പക്ഷേ ഉമ്മയായ റഫ്ഖാൻ ബീവിക്ക് ഇളയ കൊച്ചായ ചെറിയ കൊച്ചായ യാക്കൂബിനോട് ഒരൽപ്പം സ്നേഹ കൂടുതലുണ്ടായിരുന്നു. എന്താ അതിന് കാരണം? മറ്റൊന്നുമല്ല, ഉമ്മാന്റെ വയറ് ചവിട്ടിപ്പൊളിച്ച് ഞാൻ പുറത്ത് കിടക്കുമെന്ന് പറഞ്ഞപ്പോ അത് വേണ്ട, അരുത് എന്ന് പറഞ്ഞ് ആ പ്രവർത്തനത്തിൽ നിന്ന് എന്റെ പൊന്നുമോനെ പിന്തിരിപ്പിച്ചത് എന്റെ യാക്കൂബാണ്. അതുകൊണ്ട് തന്നെ റഫ്ഖാൻ ബീവിക്ക് ഇളയ കൊച്ചായ യാക്കൂബിനോട് ഒരൽപ്പം സ്നേഹം കൂടുതലുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, ഇതാരും ഇവര് പുറത്തറിയിക്കാതെ മുന്നോട്ട് പോവാ. എന്നാൽ വാപ്പയായ ഇസ്ഹാഖ് നബിക്ക് നേരെ മറിച്ച മൂത്ത മകനായ ഐസിനോടൊരു അല്പം വാത്സല്യം കൂടുതലുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം. എന്താ അങ്ങനെ പറ്റൂല. നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, 5 മക്കൾ നമുക്കുണ്ടെങ്കിൽ ആ മക്കളിൽ നിന്ന് ഏതെങ്കിലും ഒരു കൊച്ചിനോട് ഒരല്പം വാത്സല്യം കൂടുതലുണ്ടാവും. നമുക്കൊരു കൂടുതലുണ്ടാവും. ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. അത് സ്നേഹക്കുറവല്ല, മറ്റുള്ള കുട്ടികളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഒരു വാത്സല്യം. എന്നതുപോലെ തന്നെ റഫ്ഖാൻ ബീവിയുടെ മനോമുഖരത്തിൽ ചെറിയ കൊച്ചായ യാക്കൂബിനോട് വാത്സല്യം കൂടുതലുണ്ടായിരുന്നു. വാപ്പായിക്കാണെങ്കിലോ ഒരൽപ്പം സ്നേഹം കൂടുതൽ മൂത്ത മകനായ ഐസിനോടായിരുന്നു. എന്താ കാരണം? എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് ഏൽപ്പിച്ച പെട്ടെന്ന് ചെയ്തു തീർത്ത് പിതാവിന്റെ ആഗ്രഹം പോലെ പ്രവർത്തിച്ച് തിരിച്ചു വരുന്ന ഒരു സ്വഭാവം അത് ഐസിന്റെ മാത്രം പ്രത്യേകതയായിരുന്നു. ഐസിനോട് വാപ്പ എന്തെങ്കിലും പറഞ്ഞ ഉടനെ അത് തിരിച്ചു വരിക. അങ്ങനത്തെ മക്കളോട് വാപ്പമാർക്ക് ഒരു അല്പം സ്നേഹവും വാത്സല്യം കൂടുതലുണ്ടാവും. എന്നാൽ ഇതൊന്നും പുറത്തറിയിക്കാതെ 2 പേരും ആ പൊന്നുമക്കളെ വളർത്തി. അവരിപ്പോ വലുതായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവര് നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായിരിക്കുന്നു. ഐസും യാക്കൂബും ചരിത്ര നായകന്മാരെ മറന്നു പോകരുത്. ആ 2 കുട്ടികളെയും സന്തോഷത്തോടെ വളർത്തി അവർ വലുതായിരിക്കുന്നു. വാപ്പയായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന് വയസ്സായി, വാർദ്ധക്യത്തിലായി, താടി നരച്ചു, ആരോഗ്യം നഷ്ടപ്പെട്ടു. ആ സമയത്ത് ഒരു ദിവസം മൂത്ത മകനായ ഐസിനെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം അടുത്തേക്ക് വിളിച്ചു. ഐസേ ഒന്നിങ്ങോട്ട് വന്നേ. ബാപ്പയുടെ വിളി കേട്ട ഉടനെ തന്നെ ഐസ് ഓടി വന്നു. ആദരവോടെ അടുത്തു നിന്ന് ചോദിച്ചു, പിതാവേ, അങ്ങനെ വിളിച്ചു. എന്തിനാ വിളിച്ചത്? മറ്റൊന്നുമല്ല പൊന്നുമോനെ, എന്തെന്നറിയൂല, കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? മറ്റൊന്നുമല്ല, മാനിറച്ചി അത് വേവിച്ച് ഫ്രൈ ചെയ്തിട്ട് കഴിക്കണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹം തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതുകൊണ്ട് മോനെ, നിനക്ക് കഴിയുകയാണെങ്കിൽ നീ നായാട്ട് നടത്തി വേട്ടയാടി ഒരു മാനിനെ പിടിച്ച് അതിനെ പാകം ചെയ്ത് അതിനെ നല്ലതുപോലെ പാകം ചെയ്തുകൊണ്ട് എൻ്റെ ആഗ്രഹം നിറവേറ്റി തരാൻ നിനക്ക് കഴിയുമോ എന്ന് പ്രവാചകനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം മൂത്ത മകനായ ഐസിനോട് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, പിതാവിനോട് പറഞ്ഞു, ബാവാ, എന്തിനാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പിതാവിന്റെ ആഗ്രഹം മാറ്റിവെക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് സന്തോഷത്തോടുകൂടെ നായാട്ട് നടത്താൻ വേട്ടയാടാൻ അങ്ങകലെ പർവ്വതത്തിലേക്ക് ഐസ് എന്ന് പറയുന്ന മൂത്ത മകൻ നായാട്ട് നടത്താനുള്ള വലകളും ആയുധങ്ങളും എടുത്ത് കുതിരയുടെ പുറത്തേക്ക് ചാടി കയറാൻ ഭാവിക്കുമ്പോ പ്രിയപ്പെട്ട പിതാവ് വിളിച്ചു, ഐസേ, ഒന്നവിടെ നിന്നെ, ഒരു കാര്യം നിന്നോട് എനിക്ക് പറയാനുണ്ട്. നായനിൽ താത ദുആയിരന്തേ സമയത്ത് നലവാൽ തന്നെന്നിൽ നൂബുവത്തോട് റിസാലത്ത് ആയേ വിധത്തിൽ നിനക്കുണ്ടാവാൻ ഞാൻ തേടട്ടെ.
അത് കേട്ടം മുൻപിൽ എടുത്ത ഐസ് പുറപ്പെട്ടേ. പ്രിയപ്പെട്ടവരെ, പിതാവ് പതുക്കെ പതുക്കെ നടന്ന് അടുത്തേക്ക് ചെന്നു. നായാട്ടിനു വേണ്ടി പുറപ്പെടുന്ന ഐസിനോട് പിതാവ് പുഞ്ചിരി തൂകിയിട്ട് പറഞ്ഞു, മോനെ ഐസേ, എന്റെ ആഗ്രഹം ഞാൻ നിന്നോട് പറഞ്ഞു. എന്നാൽ എന്റെ ആഗ്രഹമെങ്ങാനും നീ നിറവേറ്റി തരികയാണെങ്കിൽ പൊന്നു മോനെ, നിനക്കറിയാത്തൊരു സത്യമുണ്ട്. എന്താണെന്നറിയോ? എന്റെ പിതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവോട് ഒരു വേള ആത്മാർത്ഥമായി ദുആ ചെയ്തു. എന്താ ദുആ? പ്രത്യേകം ശ്രദ്ധിക്ക്. മറ്റൊന്നുമല്ല, അല്ലാഹുവേ, നീ എന്നെ പ്രവാചകനാക്കി ആദരിച്ചു, ബഹുമാനിച്ചു. എന്നാൽ ഈ പാവപ്പെട്ട ഇബ്രാഹീമിന്റെ ഒരു ആഗ്രഹമുണ്ട്, ഒരടങ്ങാത്ത ആഗ്രഹമുണ്ട്. മറ്റൊന്നുമല്ല, എന്റെ അനന്തരാവകാശിയായിട്ട് എന്റെ പൊന്നുമോനെ നീ പ്രവാചകനാക്കേണമേ അല്ലാ എന്ന് എന്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവോട് ആത്മാർത്ഥമായി ദുആ ചെയ്തപ്പോൾ, പ്രിയപ്പെട്ട ഐസേ, അള്ളാഹു എന്നെ പ്രവാചകനാക്കി. കാരണം പ്രവാചകന്മാരുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് പ്രത്യുത്തരമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊന്നുമോനെ, എന്റെ പിതാവ് എന്നെ പ്രവാചകനാക്കാൻ അള്ളാഹുവോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് മാത്രമല്ല, എന്നെ പ്രവാചകനായി അംഗീകരിച്ചു. എന്റെ പൊന്നുമകനായ ഐസ് കഷ്ടപ്പെട്ട് നായാട്ടു നടത്തി എന്റെ ആഗ്രഹം നിറവേറ്റി തന്നാൽ ആയേവിധത്തിൽ നീനക്കുണ്ടാവാൻ ഞാൻ തേടട്ടെ. അതു കേട്ടമ്പുമ്പിൽ എടുത്ത് ഐസ് പുറപ്പെട്ടേ. പൊന്നുമോനെ, നിനക്ക് വേണ്ടി ഞാൻ അല്ലാഹുവോട് ദുആർക്കും. എന്തിന്? നിന്നെ പ്രവാചകനാക്കാൻ, നിന്നെ നബിയായി ആദരിക്കാൻ അല്ലാഹുവോട് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്താൽ നീ പ്രവാചകനാകും. എന്റെ ആഗ്രഹം നീ നിറവേറ്റി തന്നാൽ സന്തോഷത്തിന് അതിരില്ല ഐസിന്. കാരണം വാപ്പായുടെ ആഗ്രഹം നിറവേറ്റി കൊടുത്താൽ കിട്ടുന്നത് ദുനിയാവും ആഖിറവുമാണ്. ആഖിറത്തിലുള്ള ഉന്നത പദവിയാണ്. അള്ളാഹുവിന്റെ അത്ഭുതകരമായ അനുഗ്രഹമാകുന്ന സുഖലോക സ്വർഗമാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ ശരീരം നരകത്തിന് ഹറാമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മനസ്സിൽ ആവേശമായി ഐസദാ നായാട്ട് നടത്താൻ, വേട്ടയാടാനുള്ള ആയുധങ്ങളും വലകളും എടുത്ത് കുതിരപ്പുറത്ത് കയറി. ബിസ്മില്ലാഹ്, ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ. അതിവേഗതയിൽ തന്നെ ഐസ് അങ്ങകലെ വനാന്തരത്തിലേക്ക് പുറപ്പെടുകയാ. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നാടകീയമായ ഒരു രംഗം വീട്ടിൽ അരങ്ങേറുന്നു. എന്താണ് ആ നാടകീയമായ രംഗം? നമുക്കൊന്ന് പരിശോധിക്കാം. മായം മദീനയുണ്ടായി ആടും നാറുത്തീട്ടേ, മാതായ കൂബിൽ പൊരിച്ച് വേഗം കൊടുത്തീട്ടേ. കൊടുത്ത് ദുആ കേൾപ്പാൻ ബാവനോട് പറയണം, കൂശാതെ ദേഹം ഈ ആട്ടിൻ ജിൽദാൽ പോതിയേണം. എടുത്തേലത്ത് ഐസിൽ രോമം മികന്തോ ഓരാം, എമ്പും പിതാവ് വയസ്സ പാരം കുറൈന്തോരാം. ഇടരാതെ മാതാവിൻ്റെ വേഷം ധരിത്തേട്ടേ, എമ്പർ നബിയുള്ള മുമ്പിൽ മാംസങ്ങൾ വെച്ചിട്ടേ.
വടിവായും മാംസം ഭോജിത്ത് ബാവായെനിക്കിന്ന് വളർമാനോ ബോവത്ത് കിട്ടാൻ കേപ്പിന്തുവായെന്ന് കേമർ നേബിയപ്പൾ മോന നിന്നോടടുപ്പീത്ത് ഖേദത്തിൽ ഒന്ന് താടകി കൊണ്ട് മണപ്പീത്ത്. പ്രിയപ്പെട്ടവരെ രസകരമായ രംഗത്തേക്കാണ് നാം എത്തിപ്പെട്ടിരിക്കുന്നത്. നേരെ ശ്രദ്ധിക്കുക. വീട്ടിൽ ഈ സമയത്ത് നാടകീയമായ ഒരു രംഗം അരങ്ങേറുകയാണ്. എന്താണ് നാടകീയമായ രംഗം? പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഉമ്മയായ റഫ്ഖാൻ ബീവിക്ക് 2 മക്കളിൽ ഇളയ സന്തതിയായ യാക്കൂബിനോടൊരൽപ്പം വാത്സല്യം കൂടുതലുണ്ട് എന്ന്. എന്നാൽ മാതാവും തൻ്റെ പ്രിയപ്പെട്ട പുത്രനായ യാക്കൂബും വീടിൻ്റെ ഒരു ഭാഗത്തിരിക്കുമ്പോഴാണ് പിതാവായ ഇസ്ഹാഖ് നബിയും മൂത്ത മകനായ ഐസും പരസ്പരം നടത്തുന്ന സംഭാഷണം മാതാവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നേരെ ശ്രദ്ധിക്കുക. അത് സ്ത്രീകളുടെ ഒരു സ്വഭാവ ഗുണത്തിൽപ്പെട്ടതാണ്. രഹസ്യം ആരെങ്കിലും പതുക്കെ സംസാരിക്കുമ്പോൾ കാതും കൂർപ്പിച്ച് ഒളിഞ്ഞു കേൾക്കുന്ന സ്വഭാവം അത് സ്ത്രീകളുടെ പ്രത്യേകതയാണ്. ഈ ഭാഗത്തുള്ള ചേലക്കുളത്ത് തടിച്ചുകൂടിയ സഹോദരിമാര് അത്തരക്കാരല്ല എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പല നാടുകളിലുള്ള സ്ത്രീകളുടെ സ്വഭാവം അങ്ങനെയാണ്. രഹസ്യങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിങ്ങനെ കാതും കൂർപ്പിച്ചിട്ട് ആരും അറിയാതെ ശബ്ദം ഉണ്ടാക്കാതെ രഹസ്യങ്ങൾ കേൾക്കുന്ന സ്വഭാവം അത് സ്ത്രീകളിൽ കൂടുതൽ അത് കാണാൻ കഴിയും. എന്നാൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകനായ ഐസും നടത്തുന്ന സംഭാഷണം മാതാവായ റഫ്ഖാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആഗ്രഹം നിറവേറ്റി മടങ്ങി വന്നാൽ അള്ളാഹുവോട് നിന്നെ പ്രവാചകനാക്കാൻ ഞാൻ ദുആ ചെയ്യുമെന്നാണ് പിതാവിന്റെ വാഗ്ദാനം. ഉമ്മ ചിന്തിച്ചു, ഇല്ല, ഒരിക്കലും ആ സ്ഥാനം അവന് യോജിച്ചതല്ല. പ്രവാചകനാകാനുള്ള യോഗ്യത എന്റെ ചെറിയ കൊച്ചായ എന്റെ ഇളയ മോനായ യാക്കൂബിനാണ്. അതുകൊണ്ട് എന്റെ യാക്കൂബിന് ആ സ്ഥാനം കിട്ടണം. അതിനെന്താ മാർഗം? റഫ്ഖാൻ ബീവി ചിന്തിച്ചു, പെണ്ണല്ലേ, പെട്ടെന്ന് റിസൾട്ട് വരും. പെട്ടെന്ന് പെണ്ണുങ്ങൾക്ക് തന്ത്രങ്ങൾ മെനയാൻ കഴിയും. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഞാൻ അത് വളരെ വ്യക്തമായിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ ഞാൻ പറയും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. തന്ത്രം മെനഞ്ഞു. എന്താ തന്ത്രം? നേരെ ശ്രദ്ധിക്കുക. മറ്റൊന്നുമല്ല, യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് ഉമ്മ പറഞ്ഞു, യാക്കൂബേ, എത്രയും പെട്ടെന്ന് ഒരു ആടിനറക്കുക. ആടിനറുത്ത മാംസം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണം. പെട്ടെന്ന് തന്നെ യാക്കൂബ് ഒരു ആടിനെ പിടിച്ചറുത്തു. അതിന്റെ നല്ല ഭാഗം എടുത്ത് ഉമ്മച്ചിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഉമ്മ അത് നല്ല ടേസ്റ്റോടുകൂടെ പാകം ചെയ്തു. പ്രത്യേകം ശ്രദ്ധിക്കണേ, ആ മാംസം നല്ലതുപോലെ പാകം ചെയ്തു. നല്ല ടേസ്റ്റിൽ തന്നെ, രുചികരമായ രൂപത്തിൽ തന്നെ അത് പാകം ചെയ്തു. അതിന്റെ ശേഷം നല്ല ചൂടുള്ള ആവി പറക്കുന്ന ആട്ടിറച്ചി പാത്രത്തിലാക്കിയിട്ട് യാക്കൂബിനെ വിളിച്ചു. യാക്കൂബേ, ഒന്നിങ്ങോട്ട് വാ. അടുത്തേക്ക് ചെന്നു. ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, നീ ഈ മാംസം പിതാവിന് കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് ആ പിതാവിനോട് നീ പറയണം, ഈ സാധുവായ എനിക്ക് വേണ്ടി ദുആർക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി ചോദിച്ചു, ഉമ്മ, വാപ്പ എന്നെ തിരിച്ചറിയൂലേ? ഇല്ല. വാർദ്ധക്യത്തിലെത്തിയ വയസ്സായ വാപ്പായിക്ക് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാർദ്ധക്യത്തിലെത്തുമ്പോ കാഴ്ച കുറയോലോ. ആ കുറയിലാണ് ഇവിടെ സംഭവിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കണേ. ഉമ്മയോട് പറഞ്ഞു, വേണ്ട ഉമ്മ, അതൊരിക്കലും ചെയ്യണ്ട. അത് എൻ്റെ സഹോദരനായ ഇക്കാക്കാക്ക് വാഗ്ദാനം ചെയ്ത ഓഫറല്ലേ, അതെന്തിനാണ് ഞാൻ തട്ടിയെടുക്കുന്നത്? മോനെ, ഞാനാ നിന്നോട് പറയുന്നത്, നിന്നെ പ്രസവിച്ച ഉമ്മയാടാ പറയുന്നത്. അംഗീകരിക്കുക. എത്രയും പെട്ടെന്ന് പിതാവിന്റെ മുമ്പിൽ പോയി ഈ മാംസം കൊടുത്ത് അത് ഭക്ഷിച്ചതിന്റെ ശേഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ പിതാവിനോട് പറയണമെന്ന് ഉമ്മ പറയുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഇങ്ങോട്ട് നോക്ക്, ആ മാംസപാത്രവും വാങ്ങിച്ചുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം ബാപ്പയായ ഇസ്ഹാഖ് നബിയുടെ മുമ്പിലേക്ക് നടന്നു നീങ്ങുകയാണ്. കണ്ടില്ലേ നിങ്ങള്,
ഇടറാതെ മാതാ നബിന്റെ വേഷം ധരിത്തിട്ടേ ഇമ്പർ നബിയുള്ള മുമ്പിൽ മാംസങ്ങൾ വെച്ചിട്ടേ പടിവായി മാംസം പൂജിത്ത് ബാവ എനിക്കിന്നേ വളർവാനുഭവത്ത് കിട്ടാൻ കേപ്പിന്തുവായെന്നേ നബിയപ്പോൾ മോനാ നെഞ്ഞുടടുപ്പിത്ത് കേദത്തിലൊന്ന് താടകിക്കൊണ്ട് മണപ്പിത്ത് കോമാനെ വാസത്തിൽ യാക്കോബാണെന്ന് തോന്നുന്നു കോവലാലും രോമ തീനാലും ഐസെന്ന് കാണുന്നു നിയമം ആസലിന്ന് തെറ്റിക്കൂല നിഹന്നാനെ ദേശേ തിന്മോനിൽ നോബൂവത്ത് ഇന്ന് തമന്നാനേ. പ്രിയപ്പെട്ടവരെ, മനസ്സില്ല മനസ്സോടെ യാക്കൂബ് എന്ന് പറയുന്ന പുത്രൻ ഉമ്മായുടെ കയ്യിൽ നിന്നും മാംസപാത്രം വാങ്ങിച്ച് പതുക്കെ പതുക്കെ നടന്നു. പിതാവ് വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ റൂമിലേക്ക് കടന്നു ചെന്നു. മാംസപാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പിതാവിന്റെ ചാരത്ത് ചെന്ന് നിന്ന് യാക്കൂബ് വിളിച്ചു, ബാവാ ബാവാ. കണ്ണു തുറന്നു. ആരാ? പിതാവേ, അവിടെ നിന്ന് എഴുന്നേൽക്കണം. അങ്ങ് ആഗ്രഹിച്ച മാംസമാണിത്, കഴിച്ച് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട പ്രവാചകന്റെ മുമ്പിൽ വെച്ച് യാക്കൂബ് നബി പറയുമ്പോൾ ആകാംക്ഷയോടെ, ആവേശത്തോടെ, ആഗ്രഹത്തോടെ പ്രിയപ്പെട്ട പ്രവാചകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എഴുന്നേറ്റിരുന്നു. പൊന്നുമോന്റെ കയ്യിൽ പിടിച്ച ആ മാംസപാത്രം പതുക്കെ അടുത്തേക്ക് വാങ്ങിച്ചു, കയ്യിലേക്ക് വാങ്ങിച്ചു. പ്രിയപ്പെട്ടവരെ, ആർത്തിയോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ ആ മാംസമെല്ലാം ഒന്നൊന്നായി കഴിച്ചു തീർത്തു. അൽഹംദുലില്ലാ, റാഹത്തായി. അതേ, പിതാവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മകൻ പറഞ്ഞു, പിതാവേ, അതുകൊണ്ട് എനിക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, അങ്ങൊന്ന് ദുആ ചെയ്യുക. പറഞ്ഞു തീരുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് രണ്ട് കൈകളും അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. കോമാനെ വാസത്തിൽ യഖൂബാണെന്ന് തോന്നുന്നു, കുവലാലും രോമത്തിനാലും ഐസെന്ന് കാണുന്നു, നിയമം ആജലിന്ന് തെറ്റിക്കൂല നീ ഹന്നാനേ, നിഷിത്തി മോനിൽ നോ ഭൂവത്തിന്ന് താ ഹന്നാനേ. അല്ലാഹുവേ, അല്ലാഹുവേ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ കൊച്ച് എൻ്റെ മൂത്ത കൊച്ചിൻ്റെ വാസനയാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ മൂത്ത കൊച്ചിൻ്റെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കുവലാലും രോമത്തിനാലും ഐസെന്ന് കാണുന്നേ. പ്രവാചകൻ പറയുകയാണ്, റബ്ബേ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ കൊച്ച് എൻ്റെ മൂത്ത കൊച്ചാണെങ്കിലും ഇളയ കൊച്ചാണെങ്കിലും ഈ മുമ്പിൽ നിൽക്കുന്ന കുട്ടിക്ക് നീ നുബൂവത്ത് കൊടുക്കണം അല്ലോ, നീ പ്രവാചകനാക്കണം അല്ലോ, നീ അനുഗ്രഹിച്ചവരുടെ കൂടെ ഉൾപ്പെടുത്തണേ അല്ലോ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം പടച്ചവനോട് ദുആ ചെയ്യുന്നു. അള്ളാഹുവിന്റെ തീരുമാനം അവിടെ നടപ്പിൽ വരുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കും. അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇവിടെ നടപ്പിൽ വരുന്നത്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ കുട്ടി എൻ്റെ മൂത്ത കുട്ടിയാണെങ്കിലും ഇളയ സന്താനമാണെങ്കിലും ആരാണെങ്കിലും എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ കൊച്ചിന് നുബൂവത്തിന്റെ പദവി കൊടുക്കണമെന്ന് അള്ളാഹുവോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോ സാമീദുആയുംബി രുത്തി മാംസം ഭുജിത്തിട്ടേ തനിയോ നീവരാനെ ബിമാറേട്ടിൽ കുറിത്തിട്ടേ. പ്രവാചകൻ പ്രാർത്ഥിച്ച് തീരുമ്പോഴേക്ക് ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു പ്രത്യുത്തരം കൊടുത്തു. മുമ്പിൽ നിൽക്കുന്ന ഇളയ കൊച്ച് യാക്കൂബ് നബി അലൈഹിസ്സലാം. ഇനി ഉറക്കെ പറഞ്ഞു, യാക്കൂബ് നബി അലൈഹിസ്സലാം. അള്ളാഹു പദവി കൊടുത്തു.
മുഅ്ജിസത്തിന്റെ പദവി കൊടുത്തു, ആദരിച്ചു. ഇത് അള്ളാന്റെ തീരുമാനം നടപ്പിൽ വരികയാണ്. അള്ളാന്റെ തീരുമാനം നടപ്പിൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ശ്രദ്ധിക്കും. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. മണിക്കൂറുകളോളം കൻആൻ എന്ന് പറയുന്ന പ്രദേശത്തെ ചെങ്കുത്തായ പർവ്വതത്തിന്റെ കാട് പിടിച്ച മേഖലയിലൂടെ കുന്നും മലകളും മലഞ്ചെരിവുകളും താണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് വലവിരിച്ച് നായാട്ടു നടത്തി. അവസാനം കഷ്ടപ്പെട്ട് കഠിനാധ്വാനത്തോടുകൂടെ ഒരു മാനിനെ പിടിച്ചു, വലയിലാക്കി. അതിനെ പിടിച്ച് ആ മാനിനെ കയ്യിൽ കിട്ടിയപ്പോൾ മനസ്സിൽ ഐസിന്റെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. പഠിച്ചോനെ, എൻ്റെ ആഗ്രഹം നിറവേറുക, ഞാൻ പ്രവാചകനാകാൻ പോവാണല്ലോ എന്ന പ്രതീക്ഷയോടുകൂടെ മാനിനെ പിടിച്ചറുത്തു. അതിൻ്റെ നല്ല ഭാഗമെടുത്തു പാകം ചെയ്തു. നന്നായിട്ട് രുചികരമായി പാകം ചെയ്തു. ഒരു പാത്രത്തിലാക്കി. പ്രത്യേകം ശ്രദ്ധിക്കുക. പിതാവിന്റെ റൂമിലേക്ക് ആകാംക്ഷയോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ കടന്നു ചെന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് കണ്ണടച്ച് വിശ്രമിക്കുന്ന പിതാവിന്റെ അടുത്ത് ചെന്ന് വിളിച്ചു, ബാവാ ബാവാ. പെട്ടെന്ന് കണ്ണു തുറന്നു. ആരാ വന്നിരിക്കുന്നേ? ബാവാ, ഐസാണ് വന്നിരിക്കുന്നത്. ഓഹോ, എന്താണ് ഐസേ? ബാവാ, നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട, ആഗ്രഹം പ്രകടിപ്പിച്ച് ആ മാംസം വളരെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ഞാനിതാ പാകം ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഐസാണെങ്കിൽ ശരീരമാശകലം വിയർത്തിങ്ങനെ ഒഴുകാണ്. പ്രതീക്ഷയോടെ പിതാവിന്റെ മുമ്പിൽ വന്നു നിന്ന് പറഞ്ഞു, ഈ മാംസം കഴിച്ച് അങ്ങനെക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? പ്രവാചകനാകാൻ. പറഞ്ഞു തീരുമ്പോഴേക്ക് അത്ഭുതത്തോടുകൂടെ വിശ്രമിക്കുന്ന പ്രവാചകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ചാടി എഴുന്നേറ്റു. മോനെ, എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? പിതാവേ, അങ്ങീ ഭക്ഷണം കഴിച്ച്, ഈ മാംസം കഴിച്ച് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, എന്നെ പ്രവാചകനാക്കാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തീരുമ്പോഴേക്ക് അത്ഭുതത്തോടുകൂടെ ഇസ്ഹാഖ് നബി ചോദിച്ചു, ഐസേ, നീ ഒരല്പം മുമ്പ് എന്റെ മുമ്പിൽ വന്നില്ലേ? നീ എനിക്ക് മാംസം തന്നില്ലേ? ഞാനത് കഴിച്ചില്ലേ? നിനക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്തില്ലേ? പിതാവേ, എന്താണ് ഈ പറയുന്നത്? ഈ വയസ്സാം കാലത്ത് പിച്ചുമ്പഴയും പറയണോ? അല്ല ഐസേ, നീ എന്റെ മുമ്പിൽ വന്നില്ലേ? നിനക്ക് ഞാൻ ദുആ ചെയ്തില്ലേ? ഐസ് പറഞ്ഞു, പിതാവ് എന്താ ഈ പറയുന്നേ? മലമുകളിൽ പോയി നായാട്ട് നടത്താൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളോളമായി. ഒരുപാട് പാടുപെട്ട് അവസാനം ഒരു മാനിനെ പിടിച്ച് അതിനെ അറുത്ത് അതിനെ പാകം ചെയ്തിട്ട് അങ്ങയുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്താ അങ്ങനെ സംസാരിക്കുന്നത്? നിരാശയോടുകൂടെ ഐസിനോട് പറഞ്ഞു, എങ്കിൽ ഐസേ, നിനക്ക് കിട്ടേണ്ട സ്ഥാനം, നിനക്ക് മാത്രം അവകാശപ്പെട്ട സ്ഥാനം നിന്റെ അനിയനായ യാക്കൂബ് തട്ടിയെടുത്തിരിക്കുന്നു. എന്ത്? അതെ, നിന്റെ അനിയൻ നിന്റെ സ്ഥാനം തട്ടിയെടുത്തിരിക്കുന്നു. ഇല്ല, അനുവദിക്കില്ല ഞാൻ, അനുവദിക്കില്ല ഞാൻ. എന്റെ അനിയൻ എന്റെ സ്ഥാനം തട്ടിയെടുത്തെങ്കിൽ അവന് ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ. അതാ പിതാവിന്റെ മുമ്പിൽ നിരാശയുടെ മുഖഭാവത്തോടുകൂടി, പ്രതീക്ഷയറ്റ ശരീരത്തോടുകൂടി കിടുകിട അപറച്ചുകൊണ്ട് ഐസ് എന്ന് പറയുന്ന വില്ലൻ അരയിലുള്ള മിന്നിത്തിളങ്ങുന്ന വാള് ബിസ്മില്ലാഹ് വലിച്ചൂരി. അതാ മിന്നിത്തിളങ്ങുന്ന വാളും പൊക്കി പിടിച്ചുകൊണ്ട് പിതാവിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, അനുവദിക്കില്ല ഞാൻ, ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ. എന്റെ സ്ഥാനം തട്ടിയെടുത്തത്, എന്റെ സ്ഥാനം തട്ടിയെടുത്തത് എന്റെ അനിയനാണെങ്കിലും അവനെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ മുമ്പിൽ ഊരിപ്പിടിച്ച വാളുമായി ഐസ് കലിതുള്ളി നിൽക്കുമ്പോൾ പുതുമയിൽ നബി ചോദിത്തിനെ, മോനെ ഐസേ പോന്നില്ലേ ഇതിൻ മുൻ എന്നിടം താനേ? അതിനെയെല്ലാം നായി സുറ്റേ ബദലിന്ന് നബിയാർ അബദ്ധം വന്നെനിൽ മോഹം പിഴത്തിന്നേ. പിഴപ്പിത്ത് കോപം തടുത്താനേ, അതിനാൽ ബേജാറായിടണ്ടാകെ പലായാനേ. മൊഴി കേട്ട് വധിക്കും ഞാൻ യാക്കൂബ, എന്തും മൂത്തോറുറ്റരായി കൂട്ടി പറഞ്ഞോബാ. മൊഴി
കോതി പടരണ്ട മണിമോനെ ദോഴ ഉനക്കും സന്തതിക്കും തേടിടും ഞാനേ. അളവില്ല വിധം പലതും പിതാക്കൂറി, അളവില്ല വിധം പലതും പിതാക്കൂറി. ഐസിൽ അനുജനവധിക്കാനുൾ മുറാദേറി. വളരുമപ്പൻ മകനെ നീ ഒളിച്ചോളി, ഐസ് വധിക്കും നീ നജ്റാനിൽ വസിച്ചോളി. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ മുമ്പിൽ കലിതുള്ളിയിട്ട് നിരാശയുടെ മുഖഭാവത്തോടുകൂടെ ഇങ്ങോട്ട് നോക്ക് പ്രതികാരദാഹത്തോടെ പിതാവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഐസിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് പിതാവ് ഞെട്ടലോടെ പറഞ്ഞു, ഐസേ ഒരിക്കലും വരുത്. നീ വെല്ലുവിളിക്കുന്നത്, നീ കൊല്ലാൻ ആഗ്രഹിക്കുന്നത് നിന്റെ കൂടപ്പിറപ്പിനെയാ, നിന്റെ ശിലകളിലോടുന്ന രക്തത്തിനെയാണ്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ പറയരുത്, അവനെ വധിക്കുമെന്ന് നീ പ്രതിജ്ഞ എടുക്കരുത്. കാരണം എന്താ? ഐസ് കൊല്ലുമെന്ന് പറഞ്ഞ കൊല്ലുക തന്നെ ചെയ്യും, തല്ലുമെന്ന് പറഞ്ഞ തല്ലുക തന്നെ ചെയ്യും. അതുകൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കുന്ന സ്വഭാവമുള്ള മൂത്ത മകനായ ഐസിന്റെ വാക്ക് കേട്ടുകൊണ്ട് പിതാവായ ഇസ്ഹാഖ് നബി കിടുകിടാ പറച്ചുകൊണ്ട് പറഞ്ഞു, ഐസേ അരുത്, അങ്ങനെ പറയരുത് പൊന്നുമോനെ, അപകടമാണ്. നീ നിന്റെ അനിയനെ വധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, അങ്ങനെ പറയുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഐസ് പറഞ്ഞു, ഇല്ല പിതാവേ, ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ. എന്റെ സ്ഥാനം തട്ടിയെടുത്ത അവനെ ഇനി ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. യാക്കൂബ് പൊട്ടിക്കരയാൻ തുടങ്ങി. കാരണം സഹോദരൻ വധിക്കുമെന്ന് പറഞ്ഞാൽ വധിക്കുക തന്നെ ചെയ്യും. മാതാവായ റഫ്ഖാൻ ബീവിയെ കെട്ടിപ്പുണർന്നു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉമ്മാ, എന്നെ വധിക്കാനാണ് ജ്യേഷ്ഠൻ തീരുമാനിച്ചിരിക്കുന്നത്. ഊരിപ്പിടിച്ച വാളുമായി പിതാവിന്റെ മുമ്പിൽ കലിതുള്ളി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്നെ വധിക്കുമെന്ന് പറഞ്ഞാൽ വധിക്കുക തന്നെ ചെയ്യും. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഏതു മാർഗമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? പ്രിയപ്പെട്ട പിതാവിന്റെ മുമ്പിൽ കലിതുള്ളി നിൽക്കുന്ന ഐസിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് യാക്കൂബ് നബി ഉമ്മയോട് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, അതിനൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം. ഈ ഉമ്മ പറയുന്നത് അക്ഷരം പ്രതി അംഗീകരിച്ച് പ്രവർത്തിക്കലാണ് അഭികാമ്യം. അതാണ് ഏറ്റവും നല്ല തീരുമാനം. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുക, യാക്കൂബേ, ഒരിക്കലും ഇനി കൻആനിൽ നിൽക്കുന്നത് ബുദ്ധിയല്ല, ഒരിക്കലും ഇനി കൻആനിൽ താമസിക്കുന്നത് ബുദ്ധിയല്ല. പിന്നെയോ നീ കൻആൻ വിട്ടു പോകണം. എങ്ങോട്ട്? എന്റെ നാടായ, നിന്റെ ഉമ്മാന്റെ നാടായ നജ്റാനിലേക്ക് നീ പലായനം ചെയ്യണം. നീ എത്രയും പെട്ടെന്ന് നാട് വിടണം. ഉമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ട കൊച്ചുമോനായ യാക്കൂബിനോട് ഉമ്മ എന്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമായി നിർദ്ദേശിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. പൊന്നിനേറാനിൽ ആങ്ങളയുണ്ടെനിക്ക്, പോയി സുഖത്തിൽ അവർ കൂടാ നിവാസിക്ക്. ഉന്നുമ്മാമാക്ക് ലീബാൻ എൻ്റെ നാമമാനെ, ഊരതിൽ ചെന്നോര തേടി പീഡിച്ചോ മോനെ. എന്നും മോളിന്തും മോനെ നാറ്റി മണത്ത് ഇവര പിതാവോട് നോവാദ ഉമ്പിടുത്ത്. പിന്നവർ കണ്ണനും തുന്നും പാതവീടുണ്ട്. പെരുകെ ഭയമാൽ പകലിൽ മറഞ്ഞിരുണ്ട്. ോടുത്ത് കാട്ടിൽ പോയി ഉത്സാഹി തോരാടും മേയിത്ത് ഇരിക്കുന്ന കാലം ലീബാനും നബിയോടൊത്ത്
എൻ്റെ കീണറ്റിൽ വെള്ളം ഇല്ലാതെ മടുപ്പാലെന്നൊത്തപ്പോൾ തങ്ങൾ കീണറ്റിൽ തൊപ്പി വാളിയാൽ വേണ്ടോളം കോരിക്കോ എന്നും ചെപ്പി. പൊന്നുമോനെ, നീ ഇവിടെ നിൽക്കുന്ന ഓരോ സെക്കൻഡും നിന്റെ ജീവൻ അപകടത്തില. അതുകൊണ്ട് നീ പോകണം നജറാനിലേക്ക്. ആരാ നജറാനിലുള്ളത്? എന്റെ നാടാണ് നജറാൻ. നിന്റെ അമ്മാമൻ അഥവാ എന്റെ സഹോദരനായ എന്റെ ആങ്ങള നജറാനിൽ താമസിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടോളണം നീ, ഇവിടുന്ന് പൊയ്ക്കോളണം നീ. പൊന്നുമോനെ, നിന്റെ ഇക്ക, നിന്റെ സഹോദരൻ ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് നിന്റെ കഴുത്തിറക്കാൻ നിൽക്കുന്നത്. ഓരോ സെക്കൻഡും അപകടമാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് എന്റെ സഹോദരനായ ലിബാൻ എന്ന് പറയുന്ന ആളെ നജറാനിൽ ചെന്ന് കണ്ടെത്തുകയും അവിടെ സന്തോഷത്തോടെ സ്വസ്ഥമായി കഴിഞ്ഞുകൂടണം. ഒരിക്കലും നീ നിന്റെ ജ്യേഷ്ഠനായ സഹോദരന്റെ അടുത്തേക്ക് വരരുത്, ഒരിക്കലും മടങ്ങി വരരുത്. അപകടമാണ്. കാരണം നിന്റെ ജ്യേഷ്ഠൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ, പ്രതിജ്ഞയെടുത്താൽ അത് നടപ്പിൽ വരുത്തുന്ന സഹോദരനാ. അതുകൊണ്ട് പൊന്നുമോനെ, എത്രയും പെട്ടെന്ന് പൊയ്ക്കോ നീ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട മാതാവിനെ കെട്ടിപ്പുണർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമകനായ യാക്കൂബ് മനസ്സില്ലാ മനസ്സോടുകൂടെ പ്രിയപ്പെട്ട മാതാവിനോട് യാത്ര പറഞ്ഞുകൊണ്ട് കൻആനിൽ നിന്ന് ആയിരക്കണക്കിന് നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള നജറാനിലേക്ക്, ഇന്ന് സൗദിയിലാണ് നജറാനുള്ളത്. സൗദിയ എന്നറിയപ്പെടുന്ന രാജ്യം, അവിടെയാണ് നജറാൻ ഉള്ളത്. ആ നജറാനിലേക്ക് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം യാത്ര തിരിക്കുകയാണ്. ഒരുപാട് ദൂരം സഞ്ചരിച്ചതിനൊടുവിൽ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി നജറാനിലെത്തി. ആ നാട്ടിൽ അന്വേഷണം തുടർന്നു. മാമയെ കണ്ടെത്തി. പ്രിയപ്പെട്ടവരെ, ചെന്നു നോക്കുമ്പോ അമ്മാമനായ മാമന്റെ വീട്ടിലെ അവസ്ഥ എന്താണെന്നറിയോ? 100 കണക്കിന് ആടുകളുണ്ട്. ആടുകൾ വളർത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്ന ആ കുടുംബം. ലിബാൻ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട മാമായിക്ക് 2 പെൺകുട്ടികളാ, വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ. ഏതൊക്കെ പെൺകുട്ടികളാ? ഏതൊക്കെ മക്കളാ? നേരെ നോക്ക്. ലിയ, റാഹീൽ എന്ന് പേരുള്ള 2 പെൺകുട്ടികൾ. ആ പെൺകുട്ടികള് പ്രഭാതത്തിലുള്ള കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ 100 കണക്കിന് വരുന്ന ആടിൻ പറ്റങ്ങളെയും തുളിച്ച് ആട് മേക്കാൻ പോകും. അങ്ങനെ വൈകുന്നേരമാകുമ്പോൾ മടങ്ങി വരും. ഈ രൂപത്തിലാണ് ജീവിതം. ആ വീട്ടിലേക്കാണ്, കുടുംബത്തിലേക്കാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം കടന്നു ചെല്ലുന്നത്. ഒരാൺതരിയില്ലാത്ത വേദനയോടെ കഴിഞ്ഞുകൂടുന്ന മാമായിക്ക് അത്യധികം സന്തോഷമായി. പടച്ചോനെ, എനിക്ക് ആൺമക്കളില്ലല്ലോ, 2 പെൺമക്കളാണല്ലോ ഉള്ളത്. എൻ്റെ ഒരു കൊച്ചിനെ പോലെ, എൻ്റെ ഒരു സഹോദരനെ പുത്രനെ, എൻ്റെ സഹോദരിയുടെ പുത്രൻ ഇങ്ങോട്ട് വന്നതിൽ വല്ലാത്ത സന്തോഷം, ആ കുടുംബത്തിൽ വല്ലാത്ത സമാധാനം. അങ്ങനെ കഴിഞ്ഞു കൂടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ നജറാൻ എന്ന് പറയുന്ന പ്രദേശത്ത് കൊടും വരൾച്ച ബാധിച്ചു. വെള്ളം കിട്ടില്ല, കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല. ആടുകൾക്ക് അതേ ദാഹിക്കുമ്പോ കൊടുക്കാനുള്ള ദാഹജലമില്ല. ആകെ വരൾച്ച. എല്ലാ കുളങ്ങളും തോടുകളും കുഴികളും കിണറുകളും വറ്റി വരണ്ടിരിക്കുന്നു, വിണ്ട് കീറിയിരിക്കുന്നു. ജനങ്ങളെല്ലാം പരിഭ്രാന്തരായി. അതേ നാൽക്കാലി മൃഗങ്ങളൊക്കെ ദാഹം കൊണ്ട് പെടഞ്ഞു വീണ് മരിക്കാൻ തുടങ്ങി. ഇങ്ങനത്തെ അവസ്ഥയായപ്പോ ജനങ്ങളെല്ലാം വേവലാതിപ്പെട്ടു. മാമയായ ലിബാൻ യാക്കൂബ് നബിയോട് പറഞ്ഞു, യാക്കൂബേ, കണ്ടില്ലേ അവസ്ഥ? അപകടമാണ്. ജനങ്ങൾക്ക് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ലാത്തൊരു സാഹചര്യം, ആകെ ബുദ്ധിമുട്ടിലാണ്. സങ്കടം പറഞ്ഞപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം വിളിച്ചു, മാമ അങ്ങോട്ട് വാ. അടുത്തേക്ക് വിളിച്ചു. അതാ വറ്റി വരണ്ട് കിടക്കുന്ന വിണ്ട് കീറിയ കിണറ്റിന്റെ അടുത്തേക്ക് നടന്നു പോകുന്നു. നടന്നു ചെന്നിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം ആ വറ്റി വരണ്ട കിണറിലേക്ക് നോക്കിയിട്ട് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം ആ കിണറ്റിലേക്ക് ഒരൊറ്റ തുപ്പു വെച്ചു കൊടുക്കുമ്പോ പരിശുദ്ധരായ പ്രവാചകന്റെ ആ പവിത്രമായ വായിൽ നിന്ന് നിർഗളിക്കുന്ന തുപ്പുനീര് ആ വറ്റി വരണ്ട കിണറ്റിലേക്ക് തട്ടുമ്പോ അത്ഭുതമെന്ന് പറയട്ടെ, മുഅ്ജിസത്തിന്റെ മഹത്വം എന്ന് പറയട്ടെ, അള്ളാഹു കൊടുത്ത പദവി എന്ന് പറയട്ടെ,
പ്രവാചകന്റെ തുപ്പുനീരാ കിണറ്റിൽ ചെന്ന് പറ്റുമ്പോഴേക്ക് ആ കിണറിന്റെ 4 ഭാഗത്തു നിന്നും നാനാഭാഗത്തു നിന്നും ഉറവകളെടുക്കുന്നു. അരുവികളെ പോലെ ഉറവയെടുക്കാൻ തുടങ്ങി. എത്രത്തോളം? ഉടനെ കീണറ്റീന്ന് വെള്ളം ഓറവെടുത്തേ ഊക്കോടെ പൊന്തിക്ക വിഞ്ഞൊഴുകാനടുത്തേ. നല്ല തണുപ്പുള്ള അരുവി പോലെ നാനാഭാഗത്തു നിന്നും ഉറവെടുത്തു. കിണറിങ്ങനെ വെള്ളങ്ങനെ ഉയർന്നുയർന്നു വരാൻ തുടങ്ങി, പൊങ്ങി വരാൻ തുടങ്ങി. അത്ഭുതം അത്ഭുതം. നോക്കി നിൽക്കുന്നവരെല്ലാം ആശ്ചര്യപ്പെട്ടു പോയി, അത്ഭുതപ്പെട്ടു പോയി. വരണ്ട് കിടക്കുന്ന ആഴക്കിണറ്റിലേക്ക് തുപ്പുമ്പോഴേക്ക് അടിത്തട്ടിൽ നിന്ന് വെള്ളം നിർഗളിക്കുക. ഇതെന്ത് അത്ഭുതം, ഇതെന്ത് അത്യത്ഭുതം. എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുകയാണ്. അള്ളാഹു പ്രവാചകന് കൊടുത്ത മുഅ്ജിസത്താണ്. ആരംഭപ്പൂവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അള്ളാഹു കൊടുത്തില്ലേ മച്ചിയായ പ്രസവിക്കാത്ത ആടിന്റെ അകിടിലേക്ക് ആ ചുമപ്പ് കലർന്ന വെളുത്ത നിറത്തിലുള്ള കൈവെള്ളം അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോ പാല് ചുരത്തി കൊടുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രസവിച്ചാടിന്റെ അല്ല, മച്ചിയായ ആടിന്റെ അകിടിലേക്ക് കൈവച്ചു കൊടുക്കുമ്പോ പാല് ചുരത്തി കൊടുത്തു നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ അത്ഭുതം. പ്രവാചകന്റെ തുപ്പുനീര് തട്ടുമ്പോ വെള്ളം ഉറവെടുക്കുന്നു. ഇഷ്ടം പോലെ 4 മൃഗങ്ങൾക്ക് കോരിയെടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും കുളിക്കുന്നു, കുടിക്കുന്നു, റാഹത്താകുന്നു. ഇതാണ് മുഅ്ജിസത്തിന്റെ തുടക്കം. മുഅ്ജിസത്തിന്റെ തുടക്കമാണ് ഈ പറഞ്ഞത്. മാമായ്ക്ക് വല്ലാത്ത സന്തോഷമായി. രാവിലെ തന്നെ പെൺകുട്ടികളുടെ കൂടെ യാക്കൂബ് നബി അലൈഹിസ്സലാം അവരെ സഹായിക്കാൻ ആടുമേക്കാൻ പോകും. അങ്ങനെ മടങ്ങി വരും. കഴിഞ്ഞുകൂടുമ്പോൾ ഒരു ദിവസം മാമ യാക്കൂബിനടുത്തേക്ക് വിളിച്ചു. യാക്കൂബേ, ഒന്നിങ്ങോട്ട് വന്നേ. സ്നേഹത്തോടടുത്തേക്ക് ചെന്നു. എന്താ മാമ? മോനെ, എൻ്റെ മനസ്സിലൊരാഗ്രഹം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഞാൻ പറഞ്ഞ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയൂല. ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം അംഗീകരിക്കാൻ, അല്ലെങ്കിൽ മാമ അത് പറഞ്ഞിട്ടുമില്ല, നീ കേട്ടിട്ടുമില്ല. മാമയോട് പറഞ്ഞു, മാമ നിങ്ങൾ എന്താണെങ്കിൽ കാര്യം പറ. പൊന്നു മോനെ, നിനക്കറിയാലോ എനിക്ക് 2 പെൺകുട്ടികളാണ്. വിവാഹപ്രായമെത്തി നിൽക്കുന്ന പ്രായപൂർത്തിയായ 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. ആൺതരിയായിട്ട് എനിക്ക് അല്ലാഹു തആല ഒരു മകനെ തന്നിട്ടില്ല. നീ വന്ന അന്ന് മുതൽ നിന്നെ ഞാൻ കാണുന്നത് എൻ്റെ ഒരു മോനായിട്ടാണ്, എൻ്റെ ഒരു ആൺകുട്ടിയായിട്ടാണ്. അതുകൊണ്ട് എൻ്റെ ഒരാഗ്രഹം, പൊന്നുമോനെ, നിനക്കിഷ്ടമാണെങ്കിൽ, സമ്മതമാണെങ്കിൽ, തൃപ്തിയാണെങ്കിൽ എൻ്റെ മൂത്ത മകളായ ലിയാ ബീവിയെ നീ കല്യാണം കഴിക്കണോ. സുബ്ഹാനല്ലാഹ്. പറഞ്ഞ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബിന്റെ മുഖം കൊണ്ട് മാറി. നിരാശയോടെ തല താഴ്ത്തി പിടിച്ചു. മാമൻ ചോദിച്ചു, മോനെ, ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടമായില്ലേ? ഞാൻ പറഞ്ഞത് നിനക്ക് തൃപ്തിയായില്ലേ? ഇല്ലെങ്കിൽ വേണ്ട, നീ അത് കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ലജ്ജയോടെ തല താഴ്ത്തി പിടിച്ചുകൊണ്ട് പ്രവാചകനായ യാക്കൂബ് നബി അലൈഹിസ്സലാം മാമയോട് പറഞ്ഞു, പുന്നാര മാമ റാഹിലേ, കേട്ടിക്കേനിക്ക് മോഹം ഏരുത്ത് മറിഞ്ഞിടും നോളാം നേർക്ക് അന്ന് ലിബാനുത്ത് മൂത്തേ മകളാ വിട്ട് അവളെ താരാനായി മേവർത്തി ഒട്ട്. എന്നാൽ 2 തന്നോളാം ഞാൻ നിനക്ക് എൻ്റെ ഖിദ്മത്തിൽ 7 കൊല്ലവും നിക്ക്. ലജ്ജയോടെ തല താഴ്ത്തി പിടിച്ചുകൊണ്ട് വളരെ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞു, മാമാ, ഒരു കാര്യം പറഞ്ഞാൽ മാമായ്ക്ക് വേദനയാവോ? ഇല്ല മോനെ, എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ മൂത്ത മകളെക്കാൾ ഇഷ്ടം ചെറിയ മകളായ റാഹീൽ ബീവിയോടാണ്. അതുകൊണ്ട് ഞാൻ റാഹീലിനെ വിവാഹം കഴിക്കാം.
റാഹീൽ എന്ന് പറഞ്ഞാൽ സ്വർഗഹൂറോടെ മസലാം. ഇൻഷാ അല്ലാഹ് ചരിത്രത്തിൽ വരുന്നുണ്ട്. സൗന്ദര്യ റാണിയായ റാഹിൽ ബീവിയെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ മാമൻ പറഞ്ഞു, അതെങ്ങനെ മോനെ നടക്കുക? മൂത്ത മോളിരിക്കുമ്പോൾ ചെറിയ മോളെ വിവാഹം ചെയ്തു തരുന്നത് ശരിയല്ലല്ലോ, അതൊരു പിതാവിന് യോജിച്ചതല്ലോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് സമ്മതമാണെങ്കിൽ തൃപ്തിയാണെങ്കിൽ എന്നാൽ രണ്ടാളെയും തന്നോളാം ഞാൻ നിനക്ക് എൻ്റെ ഖിദ്മത്തിൽ 7 കൊല്ലം നിക്ക്. നിനക്ക് സമ്മതമാണെങ്കിൽ പൊരുത്തമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ എൻ്റെ 2 പെൺകുട്ടികളെയും ഞാൻ നിനക്ക് കല്യാണം ചെയ്തു തരാം. ഇത് കേൾക്കുമ്പോൾ ചില ബിരുദന്മാർക്ക് തോന്നും, എൻ്റെ ഭാര്യയുടെ അനിയത്തിനെ മൊയ്തീൻകുട്ടി കണ്ടിട്ടുണ്ടോ? അതിനെങ്ങനെയെങ്കിലും ലൈനാക്കിയിട്ട് ഓളയും കൂടി കെട്ടാം എന്ന് വിചാരിക്കാൻ പറ്റൂല. എന്താ കാരണം? അത് കടുത്ത ഹറാമാണ്. എന്തേ? ഭാര്യ ജീവിച്ചിരിക്കുമ്പോ ഭാര്യയുടെ അനിയത്തിയെയോ ഏട്ടത്തിയെയോ കല്യാണം കഴിക്കാൻ പാടില്ല. അത് കടുത്ത ഹറാമാണ്. അത് മസ്അല പ്രത്യേകം ശ്രദ്ധിക്കണം. മസ്അല പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അന്ന് അത് നടന്നതോ? അന്ന് അത് അനുവദിക്കപ്പെട്ടതായിരുന്നു. പരിശുദ്ധ ഇസ്ലാം സമ്പൂർണ്ണമാകുന്നത് എപ്പോഴാ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. സദഖല്ലാഹു മൗലാനൽ അലീം. പരിശുദ്ധ ഇസ്ലാം സമ്പൂർണ്ണമാകുന്നത് അവസാനത്തെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ഇന്ന് അത് ഹറാമാണ്, അന്ന് അത് അനുവദിക്കപ്പെട്ടതായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക. ഇനി ഭാര്യ മരിച്ചു. ഭാര്യ മരിച്ചാൽ ഭാര്യയുടെ അനിയത്തിയെയോ ജ്യേഷ്ഠത്തിയെയോ വിവാഹം കഴിക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല. അത് ഫിഖ്ഹിയായ മസ്അല. അത് ജായിസാണ്, ഹലാലാണ്, അനുവദിക്കപ്പെട്ടത്. മനസ്സിലായില്ലേ? യാക്കൂബ് നബിക്ക് 2 മക്കളെയും കല്യാണം കഴിച്ചു കൊടുത്തു. എന്താ വ്യവസ്ഥ? മഹർ വേണം. സ്ത്രീധനല്ല, മഹർ. എന്താ മഹർ? എന്താ മഹർ? മാമൻ പറഞ്ഞു, 14 കൊല്ലം എൻ്റെ ആടുകളെ മേച്ച് എൻ്റെ കുടുംബത്തിൽ എൻ്റെ കൂടെ ജീവിക്കാമെന്ന വ്യവസ്ഥ ഉണ്ടോ? 2 മക്കളെയും കല്യാണം കഴിച്ചു തരാം. അതാണ് മഹർ. ആ വ്യവസ്ഥ അംഗീകരിച്ചു. ബഹുമാനപ്പെട്ടവർക്ക് 2 മഹദികളെ വിവാഹം ചെയ്തു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് നോക്ക്. സന്തോഷത്തോടെ ആ കുടുംബത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ചക്കളത്തിപ്പോരില്ല. എറണാകുളം ഭാഗത്തൊക്കെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയൂല. മണ്ണാർക്കാട് ഭാഗത്തൊക്കെ അങ്ങനെ പറയാം. 2 പെണ്ണുള്ള വീട്ടില് ചക്കളത്തിപ്പോരുന്ന. ഇവിടെ എന്താ പറയാ? സലാംക അങ്ങനത്തെ. അതെല്ലാ നാട്ടിലും ഒരേ ഭാഷയാണ്. പ്രത്യേകിച്ച് എന്താണെന്നറിയാം, ഈ പെണ്ണുങ്ങൾക്ക് കുശുമ്പ് തോന്നും. അല്ലെങ്കിൽ ഇപ്പൊ മൊയ്തീൻകുട്ടി വേറൊരു പെണ്ണ് കെട്ടീനെ കൊണ്ട് ആയിച്ചൂനയിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. പക്ഷെ അവിടെ തുടങ്ങും പോര്, അവിടെ തുടങ്ങും കുശുമ്പ്, അവിടെ തുടങ്ങും കുഞ്ഞായ്മ. ഇങ്ങനെയാണ് നമ്മുടെ മലയാളികളായ സ്ത്രീകളിൽ കണ്ടുവരുന്നത്. ഇവിടെ നിങ്ങൾ നോക്ക്, ചേട്ടത്തി അനിയത്തിയും ഭാര്യ പദത്തിൽ സന്തോഷത്തോടെ, കച്ചറയില്ല, പ്രശ്നമില്ല, ഒരു വിഷയം അവിടെ ഇല്ല. സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടെ ആ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ മൂത്ത ഭാര്യയിൽ, നേരെ ശ്രദ്ധിക്കുക, മൂത്ത ഭാര്യയിൽ 4 മക്കളെ അല്ലാഹു തആല യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കൊടുത്തു. ഇനിയാണ് ചരിത്രത്തിന്റെ കടമ്പയിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ഇനിയാണ് ചരിത്രത്തിന്റെ കണ്ടന്റിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ടവരെ, 4 മക്കളായിട്ട് 2 ഭാര്യയുമായിട്ട് ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയുടെ കുടുംബം കഴിഞ്ഞു പോകുമ്പോൾ അമ്മോശൻ അഥവാ മാമയ്ക്ക് തോന്നി, എൻ്റെ കുട്ടികൾക്ക് ഖിദ്മത്തിനായി സെർവന്റുകളായ 2 സ്ത്രീകളെ മാമൻ കൊടുക്കണം. ആർക്ക്? മക്കളായ ലിയാ ബീവിക്കും, നേരെ പേര് മനസ്സിലാക്കണേ, ലിയാ ബീവിക്കും റാഹീൽ ബീവിക്കും 2 വെള്ളാട്ടികളെ, സെർവന്റുകളെ പിതാവ് കൊടുത്തു. കൂട്ടരെ, നിങ്ങൾക്ക് കേൾക്കണോ? ആ സന്മനസ്സുള്ള ബീവികള്
ഈ 2 പെണ്ണുങ്ങളെയും ഭർത്താവിന് കല്യാണം കഴിച്ചു കൊടുത്തു എന്ന്. ഈ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ആണെങ്കിൽ അപ്പ ആത്മഹത്യ ചെയ്യും അല്ലേ? നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ പിന്നെ അവർക്ക് വെള്ളമല്ല, ഉറക്കമല്ല, ഊണുമില്ല, കുളിയില്ല, മരിച്ചോടത്തിരിക്കും പോലെ ഒരു ഇരിപ്പാണ്. ഈ സഹോദരികള് എന്താ ചെയ്തേ? ബാപ്പ സെർവന്റുകളായി കൊടുത്ത, സഹായികളായി കൊടുത്ത 2 സ്ത്രീകളെ ഭർത്താവിന് നിക്കാഹ് ചെയ്തു കൊടുത്തു. ഇപ്പൊ യാക്കൂബ് നബിക്ക് എത്ര ഭാര്യമാർ? എത്ര? ചിന്തിക്കാൻ പോലും വയ്യ. ഒന്നുകൊണ്ട് നമ്മൾ പെടുന്ന പാട്ട് നമ്മക്കല്ലേ അറിയുള്ളൂ. ഒന്നുകൊണ്ട് നമ്മൾ പെടുന്ന പാട് നമ്മക്കല്ലേ അറിയുള്ളൂ അല്ലേ? 4 എണ്ണം. എന്നാൽ നമ്മളെ വീട്ടിലത്തെ പോലെയല്ല. ആഖിറത്തിനെ പേടിക്കണവർക്ക് പേടിയുണ്ടാവും. ആഖിറത്തിനെ പേടിക്കുന്ന പെണ്ണുങ്ങൾക്ക് പേടിയുണ്ടാവും. അപ്പൊ ഭർത്താവിനോട് പ്രതികരണം കുറയും. ആഖിറത്തിനെ പേടിക്കുന്ന പെണ്ണുങ്ങൾ. പിന്നെ ഭർത്താവ് ഇത്ര അന്നാമസൂറത്തിന്റെ നടുവത്തെ കഷ്ണമൊന്നുമല്ല. ഭർത്താവ് ചില ഭർത്താക്കന്മാര് അങ്ങനെ കാണിക്കും വേണല്ലേ ഇതിനെ. അങ്ങനെ ഞാൻ പറഞ്ഞത് സഹോദരിമാരെ, ഞാൻ തമാശക്ക് പറഞ്ഞാണ്. ഭർത്താക്കന്മാരെ പൊരുത്തം കിട്ടി മരിച്ച പെണ്ണിന് സ്വർഗമല്ലാത്ത മറ്റൊരു പ്രതിഫലമില്ലെന്ന് റസൂലുള്ളാഹ്. അയ്യുമംറഅത്തിൻ മാതത് സൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്നാ. നബിയുനാ റസൂലുള്ളാഹി. ഭർത്താവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച സ്ത്രീ ഭർത്താവിന്റെ ജീവിതത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോ തന്നെ മരണപ്പെട്ട ഭാര്യ, ഭർത്താവിന്റെ പ്രീതി നേടി മരണപ്പെട്ട ഭാര്യ, അല്ലാഹു അവൾക്ക് കൊടുക്കുന്ന ഓഫർ സ്വർഗമാണ്, സ്വർഗമാണ്. നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഭർത്താവിന്റെ പൊരുത്തം കിട്ടാൻ നോക്കണം. അപ്പോ ഇപ്പൊ പെണ്ണുങ്ങളുടെ അഭിപ്രായം എന്താണെന്നല്ല, എങ്ങനത്തെ ഭർത്താവിന്റെ എന്നാ ചോദ്യം. കറുത്തതോ വെളുത്തതോ പച്ച ചോപ്പോ അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. എങ്ങനത്തെ ഭർത്താക്കന്മാരെ ഉസ്താദ് അങ്ങനെ നോക്കേണ്ടത്? സഹോദരന്മാരെ, നിങ്ങൾക്ക് അങ്ങോട്ടും ഹക്കുണ്ട്, നിങ്ങൾക്ക് ഭാര്യമാരോടും ഹക്കുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരെ അടുക്കളയിൽ പോലും സഹായിച്ചിരുന്നു. നമ്മളെ പുരുഷന്മാര് അടുക്കളയ്ക്ക് പോണത് ഗ്യാസും കുറ്റി കൊണ്ടുവെക്കാനാ. പിന്നെ എപ്പോഴെങ്കിലും പോകാറുണ്ടോ? അതെന്താണ്? ഭാര്യക്ക് ഇത് ഒറ്റക്കെടുത്ത് പൊക്കാൻ കഴിയൂല, ഇതിനെ ഒറ്റക്കെടുത്ത് പൊക്കാൻ കഴിയൂല. അപ്പൊ ഭർത്താവിനോട് പറയും, നോക്കിയാണ് ഒന്ന് പേര് ഇങ്ങനെ സോപ്പിട്ട് വിളിക്ക, നിക്ക് കുറച്ച് കഴിയട്ടെ, വീണ്ടും ഇരിക്കും. പിന്നെ അടുത്ത സാധു വന്നു, അതൊന്നാണ് കൊണ്ടുവച്ച. ഇങ്ങനെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും മനസ്സ് തോന്നിയ അതെടുത്തൊന്ന് കൊണ്ടുവെക്കും. ഇതാ പാടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കപ്പെട്ടു. നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് ഉണ്ടായ കുട്ടിനെ ഒന്ന് തൊട്ടി തുണിയിലിട്ട് ആട്ടുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്താ വരിക? എന്തേലും പറ്റുമോ? മരിച്ചുവോ? ആ കുട്ടി തൊട്ടിൽ കിടന്ന് കരയാൻ തുടങ്ങിയിട്ട് 3.5 മണിക്കൂറായി. വലിയ ആളായിട്ട് ചാരുകസേരയിൽ ഇരുന്നിട്ട് പറയാം, ഈ കുട്ടിക്ക് എനിക്ക് യാതൊരു അവകാശവും ഇല്ലേ? ആലോചിച്ചു. ഞാൻ അതൊന്നും പറയണത് വെറുതെ ഇല്ല. നമ്മളെ മക്കളെ ഒന്ന് നോക്കി, ഒന്ന് മടിയിൽ വെച്ച്, ഒന്ന് നെഞ്ചത്ത് കിടത്തി കുറച്ചു നേരം താരാട്ടൊക്കെ പാടിയെ കൊണ്ട് കുരുത്തക്കെടൊന്നും നമുക്ക് തട്ടൂലല്ലോ. നമ്മളെ കുട്ടിയല്ലേ അല്ലേ? ഭാര്യയ്ക്ക് എന്തായിരുന്നു, തേങ്ങ പൊതിച്ചു കൊടുത്താൽ കുരുത്തക്കെട് തട്ടുവോ? ഇല്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോടുകൂടെ, പ്രത്യേകിച്ച് എൻ്റെ എല്ലാ സദസ്സിലും ഞാൻ പറയാറുണ്ട്, പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയും? കുടുംബത്തിൽ തകരാറുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം, കുടുംബത്തിലുള്ള പ്രശ്നത്തിന്റെ ഒന്നാമത്തെ കെട്ടേണ്ടത് ആണും പെണ്ണും തമ്മിൽ മനസ്സ് പൊരുത്തല്ലാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സഹോദരിമാർ എറണാകുളം ജില്ലയിൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല, മണ്ണാർക്കാട് ഭാഗത്ത് ഇന്നൊരു കല്യാണം ഉണ്ട്, നാളെ ഒരു കല്യാണം ഉണ്ട്. ഒക്കെ ഇന്നത്തെ ഡ്രസ്സ് ഇട്ടിട്ട് നാളെ പോവില്ല. ഇവിടെ പോവോ? പോവില്ല. ഇവിടെ അങ്ങനെ തന്നെ. പെണ്ണുങ്ങള് ഇന്നത്തെ ഡ്രസ്സ് അവർക്ക് ഇങ്ങനെ മേലക്ക് ഇങ്ങനെ പൊങ്ങൂല, പിന്നെ പുതിയതേ പോകും. അങ്ങനത്തെ ഒരു സ്വഭാവം നാടുകളിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുക. പോയിന്റ് 1 കേട്ടോ. ഇവര് കല്യാണത്തിന് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കണ്ടിട്ടില്ലേ, കണ്ണാടിയുടെ മുമ്പിൽ അങ്ങോട്ട് നിന്നിട്ട് അങ്ങോട്ട് പുട്ടിടാൻ തുടങ്ങി. പുട്ടിടാന്ന് പറഞ്ഞാൽ അറിയില്ലേ? പുട്ടി അവിടെ ഇവിടെയും കുഴിയും ദ്വാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പടക്കണം. വണ്ടികൾക്ക് മാത്രമല്ല കൂട്ടരെ പുട്ടിപ്പുള്ളത്, പെണ്ണുങ്ങൾക്കുണ്ട്. ഒരു പെണ്ണ് ഞങ്ങളവിടെ കല്യാണം കഴിഞ്ഞ് കൊടുത്തിട്ട് കൊണ്ടുവരുമ്പോൾ ഫോട്ടോയിലൊക്കെ നല്ല വെളുപ്പ്, വൈകുന്നേരത്ത് മണിയറയിൽ ചെന്ന് നോക്കുമ്പോൾ പെണ്ണ് കറുപ്പ്. അപ്പൊ പറഞ്ഞു, നിന്റെ പെണ്ണുങ്ങൾക്ക് പ്രേതബാധ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ചെങ്ങായി അന്തിക്ക് എണിച്ചോടുക.
എന്തേ സംഭവം? പകല് പുട്ടിട്ട് വെളുപ്പിച്ചു, ചുണ്ടത്തൊക്കെ ഇങ്ങോട്ട് ലിഫ്റ്റിക്ക് ഇട്ടിട്ട് എന്തൊക്കെ കളറാണ്. ഇതൊക്കെ വാരി തേച്ച് ഐലൈനർ കൊണ്ട് ഒന്ന് എഴുതി ഒന്ന് മിനുക്കി പ്ലക്ക് ചെയ്ത് ഒക്കെ റാഹത്തായി എല്ലാം കഴിഞ്ഞു. വൈകുന്നേരത്തത് മോഹം കഴുകണ്ടേ? കഴുകിയത് പോകുന്ന ഉറപ്പല്ലേ? എനിക്കറിയോ ഈ സാധുവിന് മൊയ്തീൻകുട്ടിക്കാരോ അയച്ചു വന്നത് ഈ കോലത്തിലാണെന്ന്. വൈകുന്നേരത്ത് നോക്കുമ്പോ ഇരുട്ടാണ്. ലൈറ്റ് ഇട്ട് നോക്കി, നല്ലോണം നോക്കി, ഇത് ഇവളെന്നല്ലേ. അപ്പൊ പറഞ്ഞു ഇവളല്ല ഞാൻ കണ്ടിരിക്കുന്നു, ഇവളെ അഞ്ചത്തിനാണ്. ഇതല്ല എന്റെ പുതിയ ഇവളെ അഞ്ചത്തിയാണ്. ഇങ്ങനെ എത്ര പ്രശ്നം കുടുംബത്തിൽ, ഇങ്ങനെ എത്ര പ്രശ്നം കുടുംബത്തിൽ. കൂട്ടരെ, എന്നവര് വീട്ടിൽ നിൽക്കണം. നിങ്ങൾ കണ്ടു, നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ 3 ദിവസമായിട്ടുണ്ടാവും ഒരു ദിവസത്തെ മാക്സ് ഇട്ടിട്ട്. 3 ദിവസം ഇതിങ്ങനെ തന്നെ ഇട്. ഇത് മനുഷ്യനല്ലേ? ദുർഗന്ധം ഉണ്ടാവില്ലേ അടുത്തേക്ക് വരുമ്പോ? ഉണ്ടാവൂലേ? ഞങ്ങളുടെ നാട്ടിലുണ്ടായി ഈ എന്താ ഇതിന് പറയാ, എന്താ കുരിക്കളതിന് പറയാ അറിയില്ല എനിക്ക്. ഈ കയറ്റത്തിൽ എന്തോ വീടിന്റെ ഉത്തരത്തിലൊരു സാധനം ഉണ്ട്. അപ്പൊ ഭർത്താവിനെ വിളിച്ചിട്ടുണ്ട്, ഇതേ മൂപ്പര് അത് നിങ്ങൾ എടുത്താന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് ഇവിടെ നിൽക്കുക. അപ്പൊ ബോധം കെട്ടാണ് ഊണു. ഇതെന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അനസ്തീഷ്യനേക്കാളും പവറാണ്. എന്തിന്? ഇവര് കല്യാണത്തിന് പോകുമ്പോ 30 വട്ടാ കുളി, 30 വട്ടം. ഭർത്താവിന്റെ മുമ്പിലോ 3 ദിവസം കൂടുമ്പോഴാണ്. ഈ രൂപത്തിലാകുമ്പോ കുടുംബ ബന്ധത്തിൽ തകർച്ച സംഭവിക്കുന്നു, വിള്ളലുണ്ടാകുന്നു. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, പൊന്നുമോളെ, നീ കുളിച്ച് പുതുവസ്ത്രം അണിയേണ്ടത്, നീ കുളിച്ച് പുത്തനുടുപ്പ് ധരിക്കേണ്ടത്, നീ പുത്തനുടുപ്പിൽ സുഗന്ധം പുരട്ടേണ്ടത്, നീ നിന്റെ മുഖത്ത് നിന്റെ ചുണ്ടുകളിൽ ലിപ്റ്റിക്കിടേണ്ടത്, നിന്റെ മൃദുലമായ കവിൾത്തടങ്ങളിൽ ആപ്പിൾ പൂ പോലെ മിനുസപ്പെടുത്തേണ്ടത് നിന്റെ ഭർത്താവിന്റെ മുമ്പിലാ, നിന്റെ ഭർത്താവിന്റെ മുമ്പിലാ, നിന്റെ ഭർത്താവിന്റെ മുമ്പിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ, നല്ല ബുദ്ധി കൊടുക്കട്ടെ. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ 4 ഭാര്യമാരാണ് ഇപ്പോൾ ഉള്ളത്. എത്ര? 4 ഭാര്യമാർ. ഏതൊക്കെ ഭാര്യമാരാണ്? ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഭാര്യമാരെന്ന് പരിചയപ്പെടാം. അല്ലേ? പരിചയപ്പെടണ്ടേ? പെടാം. ഇന്ന് നേരെ ശ്രദ്ധിച്ചു. ദാനമായി കൊടുത്ത സൂര്യത്തുകൾക്ക് നാമമാ ചാറ്റിടും സുൽഫാവ ബൽഹ എന്ന് 2 പേർക്കുമാ മാനിതർ ഈരേഴ് കൊല്ലവും ലിബാനിൽ ഖാദിമായി വന്ന് മുന്നുൾ നിശ്ചയം കശിന്തിടുന്ന കാലമാ കാണുവാൻ മാതാപിതാവെ കൊള്ളി തങ്ങൾ കാശയായി കള്ളികൾ അറിഞ്ഞ് ലീബ ഓരിലന്ന് ആശിയായി പാലമേറും 2 പെൺകി താങ്കളെയും പോറ്റുവാൻ വല്ലതും നിവർത്തി നിന്നിൽ ഉണ്ടോ എന്നിൽ ചാറ്റിലീബാൻ ഇന്ത കൊല്ലം എൻ്റെ കൂടെ നിൽക്കണേ, തന്തിടാം എൻ്റെ പേരൊന്നയാകെ കൊറ്റനെ ഏറ്റുപിൻ്റെ പാചകം ഓരത്ത് നിൽക്കും നേരമാ ഏകവൻ്റെ കൽപ്പന കീറങ്ങി ജീബിരിലുമാ കാട്ടിമാരം കൊണ്ട് ജീബിരിലുരത്താകുണ്ടിലേ കാലികൾ തീണ്ടാൽ പിറക്കൽ കൊഞ്ചനാകും ശക്കിലേ ആട്ടയണ്ടോരത്ത് നേവി അമ്മരത്തിൻ്റെ ആകെയും പാറിത്ത് ആടുകൾ കൂടൻ കൊടുക്കലാ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട പ്രവാചകന്
സ്വന്തം ഭാര്യമാർ വിവാഹം ചെയ്തു കൊടുത്ത 2 ഭാര്യമാർ, 1 സുൽഫ, 2 ബൽഹ. ഇപ്പൊ 4 ഭാര്യമാർ. ആ 4 ഭാര്യമാരെ ടോട്ടൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ലിയ, റാഹീൽ, സുൽഫ, ബൽഹ. ഒന്ന് പറഞ്ഞേ. ലിയ, ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ മതി. ലിയ, റാഹീൽ, സുൽഫ, ബൽഹ. ഇങ്ങനെ ഇപ്പൊ എത്ര ഭാര്യമാരാ? 4 പേര്. 4 ഭാര്യമാരും 4 മക്കളും. 4 ഭാര്യമാരും. മൂത്ത ഭാര്യയിൽ മാത്രമേ മക്കളായിട്ടുള്ളൂ 4 മക്കൾ. ഇങ്ങനെ സന്തോഷത്തോടെ കുടുംബം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഏകദേശം മാമായിക്ക് കൊടുത്ത വാക്കെന്താണ്? 14 വർഷം സേവനം ചെയ്യാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 40 ദിവസം അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 40ാമത്തെ ദിവസം ഇങ്ങനെ ഏകദേശം 14 കൊല്ലം വാക്ക് കൊടുത്തിരിക്കുക. ആ 14 കൊല്ലം ഇങ്ങനെ തികയാൻ പോകുമ്പോഴാണ് കാണുവാൻ മാതാപിതാവേ കൊള്ളെ തങ്ങൾ കാശയായി കള്ളികൾ അറിന്തലീബ നോരിലന്ന് വാശിയായി. പിതാവിനെ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹം, മാതാവിനെ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹം പ്രവാചകന്റെ മനോമുഖരങ്ങളിൽ നുരഞ്ഞു പൊന്തുകയാ. അല്ലാഹുവേ, എൻ്റെ വാപ്പ ഇസ്ഹാഖ് നബി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടാകുമോ? എൻ്റെ ഉമ്മ റഫ്ഖാൻ ബീവി ഇപ്പൊ ഈ ഭൂമുഖത്തുണ്ടാകുമോ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം, എനിക്കെൻ്റെ നാട്ടിലേക്ക് മടങ്ങണം. ഈ ആഗ്രഹം ഇങ്ങനെ ദിനേന വളരാൻ തുടങ്ങി. കാണുവാൻ മാതാപിതാവേ കൊള്ളെ തങ്ങൾ കാശയായി കള്ളികൾ ആറിന്തിലീബ നോരിലന്ന് വാശിയായി. ഈ ആഗ്രഹം ഇങ്ങനെ തോന്നുകയാണ്. എനിക്ക് എൻ്റെ ഉമ്മാനും ഉപ്പാനും ഒന്ന് കാണണം. ജ്യേഷ്ഠം വധിച്ചാലും വേണ്ടില്ല, കൊന്നാലും വേണ്ടില്ല, ജീവിതത്തിൽ അവരൊന്ന് കാണണം. എനിക്ക് വെള്ളത്തിന് ദാഹിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. എനിക്ക് എൻ്റെ ഉമ്മാനും ഉപ്പാനെയും കാണാൻ ആഗ്രഹമാണ്. ഇതിങ്ങനെ ഏത് സമയത്തും മൂത്ത ഭാര്യ അടുത്തേക്ക് വന്നു. എന്താ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണേ? എന്താ പറ്റിയത്? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു. അപ്പോ യാക്കൂബ് നബി പറഞ്ഞു, ഒന്നുമില്ല. എന്തോന്നുണ്ട്? ഇല്ലേ, ഒന്നുമില്ല. വീണ്ടും പറഞ്ഞു, അല്ല, മുഖം കാണുമ്പോ എനിക്ക് അറിയണ്ട് എന്തൊക്കെയൊരു മനസ്സിലൊരു വേദന ഉണ്ട്. യാക്കൂബ് നബി ചോദിച്ചു, മനസ്സിലൊക്കെ ഉണ്ട്, പക്ഷെ അത് പറഞ്ഞാ നീ ആരോടെങ്കിലും പറയോ? ഞാൻ ആരോട് പറയും? കൂട്ടരെ, രഹസ്യങ്ങൾ ഒരിക്കലും പെണ്ണുങ്ങളോട് പറയരുത് കേട്ടോ. ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അടുപ്പത്ത് വെച്ച് കുക്കറും പെണ്ണിനോട് പറഞ്ഞ രഹസ്യം 10 മിനിറ്റ് കൊണ്ട് പുറത്തു വരും. വേറെ നോക്കി, ഈ ഭാഗത്തുള്ള പെണ്ണുങ്ങളൊന്നും അത്തരക്കാരികളല്ല, നല്ല സ്വാലിഹത്തായ പെണ്ണുങ്ങൾ. കാരണം നമുക്ക് 4 ദിവസം കൂടി ഇവിടെ സന്തോഷത്തോടെ കഴിയണം. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളെ സഹോദരിമാരെയൊക്കെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. കണ്ടോ, നോക്ക്, രഹസ്യം പറയാൻ പോവുകയാണ് ലിയാനോട്. എനിക്ക് വാപ്പാനെ കാണാൻ പൂതിയാവാണ്, ഉമ്മാനെ കാണാൻ വല്ലാത്ത ആഗ്രഹമാണ്. ഇനി പിടിച്ചു നിൽക്കാൻ വയ്യ. മാമായിക്ക് ഞാൻ കൊടുത്ത, നിന്റെ പിതാവിന് കൊടുത്ത വാക്ക് ഏകദേശം 14 വർഷമാണ്. അത് തികയാൻ പോവുക. തികഞ്ഞ ഉടനെ തന്നെ നാട്ടിലേക്ക് പോകണം. എൻ്റെ കുഞ്ഞുമക്കളും ഭാര്യമാരുമായിട്ട് എനിക്ക് എൻ്റെ നാട്ടിലേക്ക് മടങ്ങണം. അതാണ് എൻ്റെ ആഗ്രഹം. ചാറ്റി മനമേറും 2 പെൺകീടകളെയും പോറ്റുവാൻ വല്ലതും നിവൃത്തി നിന്നിലുണ്ടോ എന്ന് ചാറ്റുവാൻ. ആരോടും പറയില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞ രഹസ്യം ആരോടും പറയാതെ ഭാര്യ നേരെ ചെന്നിട്ട് ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ, എന്തേ മൂപ്പര് പോവാത്രേ? എവിടേക്ക്? നാട്ടിലേക്ക് പോവാന്നാ പറഞ്ഞേ. അപ്പൊ നിങ്ങളോ? ഞങ്ങളെയും കൂടെ കൊണ്ടുപോവാ. ഇങ്ങനെ പറയാം. മന്ത്രിച്ചിട്ട് ആരും ഇപ്പൊ കേട്ടില്ലല്ലോ. കേട്ടോ? വിവരം
യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ മാമൻ അടുത്തേക്ക് വിളിച്ചു, അമ്മോശൻ അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു, മോനെ, എന്തോ ഞാനൊരു ന്യൂസ് കേട്ടു, ഒരു വാർത്ത കേട്ടു, നീ നാട്ടിലേക്ക് മടങ്ങുകയാണെന്നോ കുടുംബത്തിലേക്ക് തിരിച്ചു പോവുകയാണെന്നോ എന്തൊക്കെ പറയുന്നു കേട്ടു, എന്താ സത്യം, എന്താണ് അതിന്റെ ഹക്ക് എന്ന് പറഞ്ഞേ. അതെ മാമ, ഞാൻ വന്നിട്ട് 14 വർഷമായി. എൻ്റെ ഉമ്മാനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, വാപ്പാനെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്, ഇനി പിടിച്ചു നിൽക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോ മാമന് മാനസിക അവസ്ഥ മനസ്സിലായി. ബഹുമാനപ്പെട്ട ലിബാൻ യാക്കൂബ് നബിയോട് പറഞ്ഞു, യാക്കൂബേ, നിന്റെ ആഗ്രഹം മാന്യമായതു തന്നെ, പക്ഷേ നീയിപ്പോ ഈ നെജ്റാനിലേക്ക് വന്നതുപോലെ ഒറ്റത്തടിയല്ല. 4 മക്കൾ നിനക്കുണ്ട്, 4 ഭാര്യമാര് നിനക്കുണ്ട്. നിനക്കെന്തെങ്കിലും കൈത്തൊഴിലറിയോ? നിനക്കെന്തെങ്കിലും സമ്പാദ്യമുണ്ടോ? ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് പൊന്നു മോനെ, ഇവരെ നാട്ടിൽ കൊണ്ടുപോയാ നീ എങ്ങനെ ഇവരെ കുടുംബം പോറ്റുക? അതിനുള്ള മാർഗം നിനക്ക് എന്താ അറിയാ? അതുകൊണ്ട് ഈ മാമൻ നിന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞു തരാം. നിന്റെ ഗുണത്തിന് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞു തരാം. മറ്റൊന്നുമല്ല, ഈ വർഷം കൂടെ 15ാമത്തെ കൊല്ലം, ഈ 15 കൊല്ലം നീ എന്റെ കൂടെ പൂർത്തിയാക്കുകയാണെങ്കിൽ ഈ വർഷം എന്റെ ഈ കാണുന്ന 100 കണക്കിന് വരുന്ന ആടുകളിൽ നിന്ന് പ്രസവിക്കുന്ന മുട്ടനാടുകളെ ഞാൻ നിനക്ക് തരാം. മനസ്സിലായി? 15 കൊല്ലം എന്റെ കൂടെ ഈ വർഷവും കൂടി നീ അങ്ങോട്ട് പൂർത്തീകരിക്കുകയാണെങ്കിൽ ഈ വർഷം പ്രസവിക്കുന്ന എല്ലാ മുട്ടനാടുകളെയും നിനക്കു ഞാൻ തരാം. ആടുകളുമായി നാട്ടിൽ തിരിച്ചുപോയി സുഭിക്ഷമായി സന്തോഷത്തോടെ നിനക്ക് കഴിഞ്ഞുകൂടാമെന്ന് തന്റെ പ്രിയപ്പെട്ട മാമ യാക്കൂബ് നബിയോട് പറഞ്ഞപ്പോ ഒരു ദിവസം നിൽക്കാൻ വയ്യ. കാരണം ഗൾഫ് പോയവർക്കറിയാലോ, നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത പിന്നെ ഒരു ദിവസത്തിന് 1 വർഷത്തെ ദീർഘയായിരിക്കും. ദിവസം കഴിയൂല. ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന പിന്നെ അങ്ങനെ കലണ്ടറിൽ നോട്ട് ചെയ്യലാണ്. ടിക്കറ്റ് എടുത്ത പിന്നെ നാട്ടിലെത്തിയേ സമാധാനമുള്ളൂ എന്നതുപോലെ യാക്കൂബ് നബിക്ക് മടങ്ങാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ മാമ പറഞ്ഞത് മാന്യമായിട്ടുള്ള ഒരു ഉപദേശമാണ്, അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല. ആ വർഷവും കൂടി അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, 100 കണക്കിന് ആടിൻപറ്റങ്ങളെയും തുളിച്ച് അതിരാവിലെ തന്നെ നജറാനിന്റെ മലമടക്കുകളിലേക്ക് യാത്ര തിരിക്കുന്നു. ആടുകളൊക്കെ നാനാഭാഗത്തേക്കും പുല്ലുമേയാൻ വേണ്ടിയിട്ട് പല ഭാഗത്തേക്കും അങ്ങോട്ട് തിരിഞ്ഞു. യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരു പടുവൃക്ഷത്തിലിരുന്ന് കൻആനിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുകയാ. മനസ്സിലെപ്പോഴും മാതാവിനെ കുറിച്ചുള്ള ചിന്തയാണ്, മനസ്സിലെപ്പോഴും പ്രിയപ്പെട്ട പിതാവിനെ കുറിച്ചുള്ള ചിന്തയാണ്. അവരുടെ മുഖം ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരികയാ. അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് ഈ ഒരു വർഷം നീ കടത്തി തരണം റബ്ബേ. ക്ഷമയോടുകൂടെ ഈ വർഷം കൂടെ ഇവിടെ കഴിഞ്ഞുകൂടാൻ എനിക്ക് കരുത്ത് തരണേ അല്ലാ. ദുആ ചെയ്തുകൊണ്ട് ആ വൃക്ഷത്തിൽ ചാരിയിരുന്നിട്ട് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകിയിട്ട് അതേ പ്രവാചകൻ ഇങ്ങനെ പടച്ചവനോട് പൊട്ടിക്കരയുമ്പോ അതാ കടന്നു വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ഉറക്കപ്പറ, മലക്ക് ജിബ്രീൽ, മലക്ക് ജിബ്രീൽ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് സാന്ത്വനപ്പെടുത്തിയിട്ട് ജിബ്രീൽ പറഞ്ഞു, നബിയേ, ദുഃഖിക്കണ്ട നബിയേ, പ്രയാസപ്പെടേണ്ട നബിയേ, വിഷമിക്കണ്ട നബിയേ. ഈ വർഷം തികഞ്ഞോട്ടെ. എന്താ മാമ പറഞ്ഞേ? ഈ വർഷം പ്രസവിക്കുന്ന എല്ലാ മുട്ടനാടുകളെയും നിനക്ക് തരാന്നാ. എങ്കിൽ പേടിക്കണ്ട, ഈ വർഷം പ്രസവിക്കുന്ന ആടുകളൊക്കെ മുട്ടനാകാൻ ഒരു ഒറ്റമൂലി ഞാൻ പറഞ്ഞു തരാം. ഒരു ഔഷധം ഞാൻ പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയുടെ മുമ്പിൽ ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ വർഷം പ്രസവിക്കുന്ന ആടുകളൊക്കെ മുട്ടനാകാൻ ഈ കാണുന്ന വൃക്ഷത്തിലുള്ള ഇലകളൊക്കെ പറിച്ചു കൊടുക്കും നബിയേ. ആ ഇല തിന്ന് ഗർഭിണികളായ, ഇല തിന്ന ഗർഭിണിയാവൂല, ഗർഭിണികളായ ആടുകള് ഇല തിന്ന് കഴിഞ്ഞാൽ, നേരെ ശ്രദ്ധിച്ചോണേ, ഈ വർഷം പ്രസവിക്കുന്ന എല്ലാ ആടുകളും എന്താവും? ഏതാ മരം? യാക്കൂബ് നബി അലൈഹിസ്സലാം നോക്കുമ്പോ നല്ല പടുവൃക്ഷം.
പെട്ടെന്ന് ആ പടുവൃക്ഷത്തിലേക്ക് ചാടി അങ്ങോട്ട് കയറിയിട്ട് ചില്ലകളിലുള്ള ഇലകളൊക്കെ പറിച്ചെടുത്ത് ആടുകൾക്ക് ഇട്ടുകൊടുക്കുമ്പോ മരുഭൂമിയിൽ വെച്ചിട്ട് ഇലകൾ ഇങ്ങനെ കിട്ടല്ലേ, ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ അങ്ങോട്ട് തിന്നാൻ തുടങ്ങി. ആടുകളൊക്കെ ഉഷാറായിട്ട് ഭക്ഷണം കഴിച്ചു, നന്നായിട്ട് വിശപ്പടക്കി. പ്രിയപ്പെട്ടവരെ, ഇവിടെ നോക്ക്, ആ വർഷം പ്രസവിച്ച എല്ലാ ആടുകളും എന്തായി? മുട്ടൻ. കണ്ടോ? പ്രസവിക്കണ ആടുകൾ മുട്ടൻ. സുബ്ഹാനല്ലാഹ്. കിട്ടിയ മുട്ടനുമായി 4 മക്കളും 4 ഭാര്യമാരും യാക്കൂബ് നബി അലൈഹിസ്സലാമും സന്തോഷത്തോടുകൂടെ നജ്റാനിൽ നിന്ന് കൻആനിലേക്ക് മടങ്ങുന്ന രംഗം പ്രത്യേകം ശ്രദ്ധേയമാണ്. കൊടുത്തേ പരീക്ഷത്തില് ലിബാന്റെ ആട് കൊല്ലും പ്രസവിച്ച് ഇടൈ ആണാട് ബാഡിവർ നബിയാർക്കോ തെനയും മാട്ടി മാഹിമ മണവിമാർ കളെയും കൂട്ടി നാടണ്ട് കുളന്തകൾ സൂര്യത്തോടും നാലവർ ഓടമായ കിയാമാനോടും ഉടനെ നജറാന പതിവിടും ദേ ഓക്ക് പതി കന്നതിൽ കടന്നേ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ശ്രദ്ധിക്ക്. കണ്ടോ, പ്രവാചകനും 4 മക്കളും 4 ഭാര്യമാരും സന്തോഷത്തോടുകൂടെ ഉമ്മമാരുടെ നാടായ നജ്റാനിൽ നിന്ന് വാപ്പയുടെ നാടായ കൻആനിലേക്ക് മടങ്ങുകയാ. എങ്ങനെ അവര് പോകുന്നത്? കിട്ടിയ ആട്ടിൻ പറ്റങ്ങള്, നേരെ ശ്രദ്ധിക്കുക, കിട്ടിയ ആട്ടിൻ പറ്റങ്ങള് മുമ്പിലുണ്ട്. ആ ആടിന്റെ മുമ്പിൽ 4 മക്കള്, ചുറുചുറുക്കുള്ള മക്കള്, നല്ല കാണാൻ നല്ല മുഞ്ചുള്ള നല്ല ഭംഗിയുള്ള 4 മക്കൾ മുന്നിൽ. അതിന്റെ തൊട്ടു പിന്നിൽ കിട്ടിയ 100 കണക്കിന് ആടുകൾ. അതിന്റെ പിന്നിൽ യാക്കൂബ് നബിയും 4 ഭാര്യമാരും. ഇവർ പോകുന്നത് കണ്ടാൽ ഒരു കച്ചവട സംഘം, ഒരു കാഫില സംഘം പോകുന്നത് പോലെ തോന്നും. അങ്ങനത്തെ ആ യാത്ര, ആ നബി കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ടവരെ, ഒരുപാട് യാത്ര ചെയ്തു. നജ്റാനിൽ നിന്ന് കൻആനിലേക്ക് ഒരുപാട് യാത്ര ചെയ്തു. ഒരുപാട് മൈലുകൾ, ഒരുപാട് കിലോമീറ്ററോളം യാത്ര ചെയ്തു. ഒടുവിൽ കൻആനിന്റെ ബോർഡറിലേക്ക് നബി കുടുംബം എത്താൻ പോവാണ്. അപ്പോഴാണ് യാക്കൂബ് നബിയുടെ മനസ്സിൽ ഒരു ചിന്ത കടന്നു വരുന്നത്. പിതം പലതും പിതാക്കൂറി ഐസിൽ അനുജനാവധിക്കാനുൾ മുറാതേറി മൊഴി കേട്ട് വധിക്കും ഞാൻ യാക്കൂബ എണ്ടും മൂത്തോറുറ്റതായി കൂടി പറഞ്ഞോ അവനെ ഞാൻ വധിച്ചു കളയും. എന്റെ സ്ഥാനം തട്ടിയെടുത്തത് എന്റെ അനിയനാണെങ്കിലും അവനെ ഞാൻ കൊന്നുകളയും. ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ. ഊരിപ്പിടിച്ച വാള് ബിസ്മില്ലാഹ്. ആ രംഗം മനസ്സിലിങ്ങനെ ഓർമ്മ വരികയാണ്. യാക്കൂബ് നബിയുടെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു. ഏകദേശം കൻആനിന്റെ ബോർഡറിലേക്ക് എത്താറായിട്ടുണ്ട്. യാക്കൂബ് നബി പെട്ടെന്ന് പകച്ചു. ഓർമ്മ വന്നപ്പോൾ അങ്ങനെയാണല്ലോ, ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് പകച്ചുപോയി. മുമ്പിലിങ്ങനെ ഒന്നും അറിയാതെ തമാശയും പറഞ്ഞിട്ട് പരസ്പരം കച്ചറയും കാണിച്ചിട്ട് തമ്മിലടിച്ചിട്ട് 4 മക്കളും ഇങ്ങനെ കുസൃതി കാട്ടിയിട്ട് മുമ്പിൽ ഇങ്ങനെ നടക്കുകയാണല്ലോ. യാക്കൂബ് നബി വിളിച്ചു, മക്കളെ മക്കളെ ഒന്ന് നിൽക്കണേ. 4 മക്കളും തിരിഞ്ഞു നോക്കി. ബാബാ, എന്താണ് ബാബാ? മറ്റൊന്നുമല്ല മക്കളെ, നിങ്ങളുടെ ഉമ്മമാരുടെ നാട് വിട്ടു ഇനി ഉപ്പാന്റെ നാട്ടിലേക്ക് പോവാണ്. നിങ്ങൾ യാത്ര പോകുന്ന ഈ സൂപ്പർ ഹൈവേയിൽ നിന്ന് ആ വലതുഭാഗത്ത് കാണുന്ന മല, ആ പർവ്വതത്തിന്റെ മുകളിൽ ഒരു പക്ഷേ നിങ്ങൾ ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ നിന്നൊരു പക്ഷേ
കണ്ടാൽ ആരോഗ്യമുള്ള, ആർജവമുള്ള, നല്ല ശൗര്യമുള്ള, ശജാഅത്തുള്ള ഒരു മനുഷ്യൻ, ശരീരമാശകലം രോമകോമങ്ങൾ കൊണ്ട് നിറഞ്ഞ പ്രകൃതമുള്ള ആരോഗ്യവാനായ ഒരു മനുഷ്യൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ആരാണ്, നിങ്ങൾ ഏത് രാജ്യക്കാരാണ്, നിങ്ങൾ എവിടുന്ന് വരുന്നവരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അദ്ദേഹത്തോട് പറയണം, ഈ നാട്ടിലുള്ള ഐസ് എന്ന് പറയുന്ന മനുഷ്യന്റെ അടിമയായ യാക്കൂബിന്റെ മക്കളാണ് ഞങ്ങൾ എന്ന് അദ്ദേഹത്തോട് നിങ്ങൾ പറയണം. വാപ്പ പറഞ്ഞു കൊടുത്തു. മക്കള് ചോദിച്ചു, ഓഹോ ഇതല്ലേ ഉള്ളുപ്പ? അതെ, അത് മാത്രം മതി. നടന്നു വീണ്ടും മുന്നോട്ട്. അങ്ങനെ മക്കൾ ഇതു വീതം കാനിന്ത് താതാ പറഞ്ഞേ തരം പോലെ മോളിന്തപ്പോതാ വെക്കമൈസുണ്ടു കൊളൈന്തകളെ പിടിത്ത അടുത്തൻ്റെ മണിമക്കളെ വെക്കം ആയി സെന്റർ കൊളൈന്തകളെ പിടിത്ത് അണൈത്തൻ്റെ മണിമക്കളെ ഹക്കാൻ യാക്കൂബ് ഷഖീഖാണോരാം കണ്ണിൽ കുളിർമപ്പ് തരുളായോരാം ദുഃഖിത്തുടൻ ഐസും മോളിന്താറന്നേ തോറ്റൻ നീടം തമ്പി എവിടം എന്നേ എന്നോത്തതിനൊരു മാമാരും താതാ എല്ലാം അടുത്തുണ്ട് അറിത്തപ്പോതാ ചെന്ന് യാക്കൂബ് ഐസ് പൂട്ടി ചേർത്ത് മണത്തല്ല വരെയും കൂട്ടി. പ്രിയപ്പെട്ടവരെ, മക്കള് ഇതല്ലേ ബാബ പറയണ്ടുള്ളൂ? അത് മാത്രം പറഞ്ഞാൽ മതി. എങ്കിലും ഞങ്ങൾക്ക് പോകാമല്ലേ? പോകാം. മക്കൾ ഇതൊന്നും അറിയാതെ വീണ്ടും മുന്നോട്ടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിതാവ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ആ മക്കള് കളിക്കടയില്, അവര് കുസൃതിക്കിടയിൽ ഇതൊക്കെ മറന്നു വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിതാവ് കാണിച്ചു കൊടുത്ത, പിതാവ് പറഞ്ഞു കൊടുത്ത ആ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ 4 ചുറുചുറുക്കുള്ള മക്കളും നടന്നു നീങ്ങുമ്പോ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് നോക്ക്, ഒരു വില്ലൻ, ഒരു മല്ലൻ അതാ വിളിക്കുന്നു. ശബ്ദം കേട്ടുകൊണ്ട് 4 മക്കളും പകച്ച് പേടിച്ചു വിറച്ച് കിടുകിടാ വിറച്ച് പർവ്വതത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ കാരിരുമ്പിന്റെ കരുത്തും കാട്ടാനയുടെ ശരീരവുമുള്ള ഒരു മല്ലൻ, ഒരു വില്ലൻ, ആരോഗ്യമുള്ള ഒരു ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ, ശരീരമാശകലം രോമകോമങ്ങൾ കൊണ്ട് നിറഞ്ഞ പ്രകൃതം. ആ മുഖമാണെങ്കിലോ തീഷ്ണമായ കണ്ണുകൾ, ഗൗരവം സ്ഫുരിക്കുന്ന മുഖഭാവം. ആ മനുഷ്യനതാ 4 മക്കളും നോക്കി നിൽക്കുമ്പോ ആ കുഞ്ഞുമക്കളുടെ അടുത്തേക്ക് നടന്നു വരുന്നു. 4 മക്കളും കിട്ടുകിട്ടാ വിറച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തരായി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിതാവും ഉമ്മമാരും കുറെ ബാക്കിലാണ്. തിരിഞ്ഞോടാൻ പറ്റൂല, രക്ഷപ്പെടാനുള്ള മാർഗമില്ല. ആരാണ് അദ്ദേഹം? അറിയണ്ടേ? ഇൻഷാ അല്ലാഹ് കടന്നു വരുന്നു. നാളെ ചരിത്ര നായകൻ സുലൈഖാന്റെ കല്യാണം ഒക്കെ ഉണ്ട്. രസകരമായിരിക്കുന്ന ഗാനങ്ങളും ഗാനാലാപനങ്ങളുടെ അകമ്പടിയോടുകൂടെ സുലൈഖാന്റെ വിവാഹം, അസീസ് രാജാവിന്റെ വിവാഹം ഇൻഷാ അല്ലാഹ് നടക്കുന്നുണ്ട്. അരിമുല്ലപ്പൂവും ചിരിച്ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദിൻ ചാരത്തണയും സരസ പുതുനാരി. അരിമുല്ലപ്പും ചിരിച്ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദ് ചാരത്തണയും സരസ പുതുനാരി. അരിമുല്ലപ്പും ചിരിച്ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദ് ചാരത്തണയും സരസ പുതുനാരി. നാരിയായിഷ ബീവിക്ക്
നാണമെന്തിന് ചൊല്ലടി. നാരിയായിഷ ബീവിക്ക് നാണമെന്തിന് ചൊല്ലടി. ഈ മുല്ലപ്പൂം ചിരി ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദ് ചാരത്തണയും സരസപ്പൊതുനാരേ. പൂഞ്ചിരിച്ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദ് ചാരത്തണയും സരസ പുതുനാരി. നാരിയായിഷ ബീവിക്ക് നാണമെന്തിന് ചൊല്ലടി. നാരിയായിഷ ബീവിക്ക് നാണമെന്തിന് ചൊല്ലടി. അരിമുല്ല പൂഞ്ചിരി ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദിൻ ചാരത്തണയും സരസപ്പൊതുനാരേ. വന്നു പുതുനാരി നിന്റെ കല്യാണത്തോഴി. വന്നു പുതുനാരി നിന്റെ കല്യാണത്തോഴി. ഒത്തൊരു മണിയറ പുൽകിടുവാൻ എത്തിയ പുതുനാരി മൊഞ്ചിൽ. ഒത്തൊരു മണിയറ പുൽകിടുവാൻ എത്തിയ പുതുനാരി മൊഞ്ചിൽ. അരിമുല്ല പൂഞ്ചിരി ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദിൻ ചാരത്തണയും സരസ പുതുനാരേ. അരിമുല്ലപ്പൂം ചിരി ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദിൻ ചാരത്തണയും സരസ പുതുനാരേ. നാരിയായിഷ ബീവിക്ക് നാണമെന്തിന് ചൊല്ലടി. നാരിയായിഷ ബീവിക്ക് നാണമെന്തിന് ചൊല്ലടി. വന്നു പുതുനാരി നിന്റെ കല്യാണത്തോഴി. വന്നു പുതുനാരി നിന്റെ കല്യാണത്തോഴി. ഒത്തൊരു മണിയറ പുൽകിടുവാൻ എത്തിയ പുതുനാരി മുഞ്ചിൽ. ഒത്തൊരു മണിയറ പുൽകിടുവാൻ എത്തിയ പുതുനാരി മുഞ്ചിൽ. അരിമുല്ലപ്പൂം ചിരി ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദിൻ ചാരത്തണയും സരസ പുതുനാരേ. അരിമുല്ലപ്പൂം ചിരി ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദിൻ ചാരത്തണയും സരസ പുതുനാരേ. ഒപ്പന പാടുന്നു തരുണികൾ ഒത്തിത കൂടുന്നു. ഒപ്പന പാടുന്നു തരുണികൾ ഒത്തിത കൂടുന്നു. ഒത്തൊരു മണിയറ പുൽകിടുവാൻ എത്തിയ പുതുനാരി മുഞ്ചിൽ. ഒത്തൊരു മണിയറ പുൽകിടുവാൻ എത്തിയ പുതുനാരി മുഞ്ചിൽ. അരിമുല്ലപ്പുൻ ചിരി ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദ് ചാരത്തണയും സരസ പുതുനാരി. അരിമുല്ലപ്പൂം ചിരി ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദിൻ ചാരത്തണയും സരസ പുതുനാരേ. നാരിയായിഷ ബീവിക്ക് നാണമെന്തിന് ചൊല്ലടി. നാരിയായിഷ ബീവിക്ക് നാണമെന്തിന് ചൊല്ലടി. അരിമുല്ലപ്പൂം ചിരി ചൊരിയും പുതിയ മണവാട്ടി മാരൻ മുഹമ്മദിൻ ചാരത്തണയും സരസ പുതുനാരേ.